നിഷ്കാമകർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ശാസ്ത്രീയമായിട്ട് പറഞ്ഞു. കാരണം ഇവിടെ കർമ്മം ചെയ്യാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കർമ്മത്തിനല്ല വിഷമത, അത് നമ്മെ ബാധിക്കുന്നതൊക്കെ ഫലം കിട്ടണം എന്നുള്ള ഈ സംഘം കൊണ്ടാണ്. അപ്പം അതില്ലാതെ ചെയ്താൽ കർമ്മയോഗത്തിന് ഒരു വിഷമവുമില്ല എന്ന് യുക്തിയുക്തം പറഞ്ഞു. ഇനി അതിന് ചരിത്രപരമായ ചില മഹാത്മാക്കളുടെ കഥ പറയാൻ പോവാണ്. കർമ്മണൈവ സംസിദ്ധ ആസ്തിദ ജനകാദയ ലോകസംഗ്രഹമാപി സംപശ്യൻ കർത്തും അർഹസി. ജനകാദയ എന്നാണ്, ജനകനെ പോലെ. വേറെ അനവധി രാജാക്കന്മാരുണ്ട്. ജനകൻ പ്രസിദ്ധനാണ്. കാരണം ജ്ഞാനിയുമാണ്, കർമ്മയോഗിയാണ്. രണ്ടും കൂടി ചേർന്ന ജനകന്. ചിലർ ജ്ഞാനി മാത്രമാണ്, ചിലർ കർമ്മയോഗിയാണ്. ജനകൻ അങ്ങനെയല്ല, പരമജ്ഞാനിയാണ്, അതേസമയത്ത് കർമ്മയോഗിയാണ്. അപ്പോൾ ജനകനെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ കർമ്മം ചെയ്തത്. സംഘമില്ലാതെ കർമ്മം ചെയ്യണോണ്ടൊരു ദോഷമൊന്നുമില്ല, കർമ്മം ചെയ്യാതെ എന്നൊരു പ്രത്യേകിച്ചൊരു കേമത്തുമില്ല എന്ന് മനസ്സിലാവുക. ഈ കർമ്മത്തിനല്ലല്ലോ ദോഷം, സംഘത്തിനാണല്ലോ. ആ സംഘമില്ലാതെ കർമ്മം ചെയ്താൽ ബുദ്ധിമുട്ട്, നമുക്കൊരു വിഷമവും വരില്ല. അപ്പോൾ അത് മാത്രമല്ല, ഈ പ്രപഞ്ചം നിൽക്കണമെങ്കിൽ കർമ്മം ആവശ്യമാണ്. കർമ്മമില്ലാണ്ടായാൽ പിന്നെ വ്യാവഹാരിക സത്യമില്ലെങ്കിൽ പിന്നെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അവിടെ ഈ വ്യവഹാരത്തിന് വഴിയില്ല. അപ്പം അതുകൊണ്ട് വ്യവഹാരം ഭഗവാൻ തന്നെ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ കർമ്മം ചെയ്തേ പറ്റുള്ളൂ. ജനകനെ പോലുള്ള പോലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ അർജുനന് കാര്യം മനസ്സിലായി. പക്ഷെ എന്നാലും ചരിത്രപരമായ കാര്യമില്ലേ, അതല്ല, ഇനി എൻ്റെ തന്നെ കാര്യം നോക്കിക്കൊള്ളു എന്ന് പറയാനാണ് ഭഗവാൻ പോണത്. യദ്യത് ആദരജ ശ്രേഷ്ഠ തത്തതേ വേദരോചന സയൽ പ്രമാണം ഗുരുതേ ലോകസ്തനുവർത്തതേ. ഇവിടെ ഈ ലോകത്തിൽ സാധാരണ സമ്പ്രദായം വെച്ചാൽ നമ്മൾക്ക് ബഹുമാനമുള്ള ഒരാൾ എന്താണോ ചെയ്യുന്നത് അതുപോലെയാണ് നമ്മളും ചെയ്യുക. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾ എന്ത് ചെയ്തു അത് മറ്റുള്ളവർ അനുകരിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരും. ശ്രേഷ്ഠത എങ്ങനെയാണ്? 3 തരത്തിലുണ്ട് ശ്രേഷ്ഠത. ഒന്ന്, ജ്ഞാനം കൊണ്ട് ശ്രേഷ്ഠത വരും. 2, കർമ്മം കൊണ്ട് ശ്രേഷ്ഠത വരും. 3, വയസ്സുകൊണ്ട്, വയസ്സായിട്ടുള്ള ആളുകൾ. ഇതിൽ അവസാനത്തെ 2 നമ്മൾ സ്വീകരിക്കുന്നില്ല. ഇവിടെ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി എന്നർത്ഥമാണ്. കാരണം അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന ആൾക്കാണെങ്കിൽ സിനിമ കാണുന്ന ആ നല്ല നടനുണ്ടാവും, അയാൾ ആ ശ്രേഷ്ഠൻ വിചാരിച്ചിട്ട് അയാളെ പോലെ പെരുമാറാന്ന് പറഞ്ഞാൽ ഗീതയിൽ ഇത് പറ്റില്ല. അതല്ലല്ലോ ഇവിടെ ആവശ്യം. ഇവിടെ ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ജ്ഞാനിയായിട്ട് കർമ്മം ചെയ്യുന്ന ആൾ, ജനകനെ പോലെ. ആ മാതിരിയുള്ള യദ്യത് ആദരതി ശ്രേഷ്ഠ തത്തദേവേതരോചന, മറ്റുള്ള ആളുകളും അത് ചെയ്യും. യൽ പ്രമാണം ഗുരുതേ, അയാൾ എന്തിനാണോ പ്രമാണം, അളവ് കോല് 16 വരും. തസ്മാൽ ശാസ്ത്രം പ്രമാണത്തെ. ഇവിടെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും പ്രമാണം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കാര്യം തന്നെയാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് വ്യക്തിഗതമല്ല, വസ്തുനിഷ്ഠമാണ്. വളരെ പ്രാവശ്യം എപ്പോഴും പറയേണ്ടതാണ്. ഈ തീയെ ആര് തൊട്ടാലും പൊള്ളും, അത് ശാസ്ത്രമാണ്. ചായ എനിക്കിഷ്ടമാവാം, നിങ്ങൾക്കിഷ്ടമല്ലാതിരിക്കും, അത് ശാസ്ത്രമല്ല, അത് നമ്മളുടെ ഒരു സങ്കല്പം മാത്രമാണ്. ഗീത ഇവിടെ ശാസ്ത്രത്തിനെയാണ് ബഹുമാനിക്കുന്നുള്ളൂ, വസ്തുനിഷ്ഠത്തിനെ മാത്രം. അപ്പോൾ വസ്തുനിഷ്ഠമായിട്ട് ഇന്ന് വരെ ആളുകളൊക്കെ തന്നെ ഇങ്ങനെ പ്രവൃത്തി ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ നേടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊരു അഭിപ്രായമല്ല, ഇതൊരു നിയമമാണ്. അത് ആരാണോ എങ്ങനെയാണ് ചെയ്യുന്നു ശ്രേഷ്ഠന്മാർ, അജ്ഞാനികൾ അങ്ങനെ അത് തന്നെ അനുഷ്ഠിക്കാൻ ശ്രമിക്കും. അത്ര തന്നെ ജ്ഞാനമില്ലാത്തവർ. അങ്ങനെ വരുമ്പോൾ അവർക്ക് കർമ്മത്തിൽ ജ്ഞാനം ഉണ്ടായി ഈ കർമ്മയോഗം ചെയ്യാൻ സാധിക്കും. അവർക്കും ഈശ്വര സാക്ഷാത്കാരം സാധിക്കുന്നതാണല്ലോ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇവിടെ. അപ്പോഴും അർജുനന് ലേശൊരു സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് ഭഗവാൻ തൻ്റെ തന്നെ ആ ജീവിതം ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവത്തവ്യം വർത്ത ഏവച കർമ്മണി. ഞാൻ നോക്കൂ, എന്നെയൊക്കെ നോക്കൂ, കർമ്മം ചെയ്യുന്നു ഒരാവശ്യമില്ല എനിക്ക്. ഞാൻ പൂർണ്ണനാണ്, എനിക്കൊന്ന് കർമ്മത്തിൻ്റെ യാതൊരാവശ്യമില്ല. എന്നിട്ടും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതും ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. കുട്ടിക്കാലത്ത് സാധാരണ നമ്മുടെ അവിടെയൊക്കെ ഈ കന്ന് മേയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പണിയാണെന്നാ. അതിനെ എല്ലാ പണിക്കാരിലും കഴിഞ്ഞിട്ട് മോശക്കാരനാണ് ആ കന്നിനെ നോക്കണം.
ഭഗവാൻ അത്രയും മോശമാണെന്ന് നമ്മൾ ധരിക്കുന്ന അതിനെ ഭഗവാൻ ചെയ്തിട്ട് അതിന് വളരെ മഹത്വം ഉണ്ടാക്കി. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്തൊരു ബഹുമാനമാണ്. മഹർഷിമാർ പോലും ആ ഗോപാലകൃഷ്ണൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. അപ്പോൾ ഗോക്കളെ മേക്കൽ പോലും, ഗോക്കളെന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്നിനും അറിയാത്തവർ, വിവരമില്ലാത്ത ആൾ എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ അവരെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അർജുനന് നിഷേധിക്കാൻ പറ്റാത്തതാണ്. അർജുനൻ കാണുന്നതാണ്. അർജുനനറിയാം ഭഗവാന്റെ കേമത്തൊക്കെ, എന്നിട്ടും ഭഗവാൻ ഇത് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കർമ്മം ചെയ്തേ പറ്റൂ, കർമ്മം ചെയ്യാതിരുന്നാൽ സാധിക്കില്ല എന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും അതുപോലെ കർമ്മം ചെയ്യുന്നുണ്ട്, ഇത് അനുഭവമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അർജുനന് സമാധാനം വന്നിട്ടുണ്ടോ. പിന്നെ പറയാണ് യതിഹ്യഹം ന വർത്തേയം ജാതു കർമ്മൺ അതന്തരിത മമ്മ വർത്തമാന വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. ഒരു പക്ഷേ ഇനി യതി അഹം ന ഞാനിങ്ങനെ ഒന്നും ചെയ്യാതെ, ഞാൻ പരമാത്മാവാണ് എന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നിനും ആവശ്യമില്ല, ഞാൻ നിരപേക്ഷനാണ് എന്ന് വെച്ചിട്ട് അതന്തരത ഇന്ദ്രിയങ്ങൾ ഒന്നും പ്രവർത്തിക്കാണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ് വെച്ചാൽ എന്തുണ്ടാവുന്നു? എന്നെ കണ്ടിട്ട് മറ്റുള്ളവരും എന്നെ പോലെ മിണ്ടാതിരിക്കും. എനിക്ക് മിണ്ടാതിരുന്നിട്ടും തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഈ അധികം മിണ്ടുന്ന ആൾ പറയാണ് കാര്യം കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. വേണ്ട, നല്ല കേമന്മാരൊക്കെ ആവശ്യത്തിന് മാത്രമേ പറയൂ. പറയുന്നത് ശരിക്കും മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ ശുണ്ഠി വന്നിട്ട് അച്ഛൻ ലഹള കൂട്ടിയിട്ട് പറയണു ചില കാര്യങ്ങളൊക്കെ. കുട്ടിക്ക് അത്രയൊന്നും അത് പരിഭ്രമം തോന്നില്ല. അച്ഛൻ ശുണ്ഠി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുക, അച്ഛനൊന്നും മിണ്ടണില്ലായിരിക്കുക. അപ്പോഴാണ് പരിഭ്രമം മുഴുവൻ, എന്തൊക്കെയാണ് ഇതിനുള്ളിലുള്ളത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ സംസാരിക്കാതെ ഇരുന്നിട്ട് ഒരു സംസാരിക്കലുണ്ട്, അത് വളരെ വലുതാണ്. പക്ഷേ അത് സാധാരണ എളുപ്പമല്ല, നമുക്കൊന്നും സാധിക്കില്ല. കുറച്ച് ശുണ്ഠി വന്നാൽ ശുണ്ഠി വരും, പറയും മഹാത്മാക്കൾക്ക്. അതുപോലെ ഇപ്പം ഞാനും ഇതൊന്നും പറയാതെ ഒന്നും മിണ്ടാതെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യുന്നത് ഒരു അപകടമാക്കും. കാരണം എന്നെ പോലെയല്ലേ വേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നീ എന്നെ സംശയിക്കും, കൃഷ്ണനൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ചെയ്യണത്? അതല്ല, ഞാൻ ചെയ്യേണ്ടത് ആവശ്യം മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ചെയ്തതൊക്കെ ഉണ്ടത്. എനിക്ക് പണിക്ക് ആവശ്യമില്ല എന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ ഞാൻ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്യും. അതുപോലെ പെരുമാറിയാൽ ലോകത്തിന് വിഷമം വരും. അതുകൂടാതെ കഴിക്കാനാണ് ഞാൻ തന്നെ ചെയ്തതെന്ന് പറഞ്ഞു. ഉത്സീദേയു രിമേ ലോക ന കുര്യാൽ കർമ്മചേദകം സങ്കരസ്യ കർത്താസ്യം ഉപഹന്യാം ഇമാം പ്രജ. ഉത്സീദേയു അതായത് തേമാനം വരും, ഇല്ലാതെയാവും. ഈ വ്യവഹാര സത്യം ചുരുങ്ങി വരും. കാരണം ആരും ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രപഞ്ചത്തിന് നിൽക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ സ്വഭാവം തന്നെ എപ്പോഴും പ്രവർത്തിക്കുകയാണ്. ചലനമാണ് പ്രകൃതി. അപ്പോൾ ആ പ്രകൃതിയിലിരുന്നിട്ട് ചലിക്കില്ല എന്ന് പറയുന്നത് വെറുതെയാണ്, സാധിക്കാത്തതാണ്. ഞാൻ അങ്ങനെ ചെയ്താൽ മനസ്സ്, ഇപ്പോൾ ശരീരമൊക്കെ വേണമെങ്കിൽ ചെയ്തില്ല എന്ന് തോന്നിക്കാം, മനസ്സോ ബുദ്ധിയോ അഹങ്കാരോ അവ വെറുതെ ഇരിക്കില്ല. അവനെ നമുക്ക് പിടിക്കാനാണ് ഇപ്പോൾ ഇവിടെ ആവശ്യം. മനസ്സിനെയൊക്കെ പിടിക്കലാണ്. ശരീരം കൊണ്ടല്ല കർമ്മയോഗം, മനസ്സുകൊണ്ടാണ്. ആ മനസ്സിനെ അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ അവർ വിചാരിക്കുക ഇങ്ങനെ ജീവിക്കുക നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും സങ്കരസ്യ, അതായത് തെറ്റിദ്ധാരണയ്ക്ക് 1-ാം അധ്യായത്തിൽ ഒരു വർണ്ണസങ്കരം എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കല്യാണം കഴിക്കുന്നതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ സ്ത്രീകൾ വ്യഭിചാരമൊക്കെയാവും, അങ്ങനെ വരുമ്പോൾ ദോഷം വരില്ലേ, അപ്പോൾ ബന്ധം കൊടുക്കാൻ പറ്റുമെന്നൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. ആ സങ്കരമല്ല ഇവിടെ സങ്കരം എന്ന് പറയുന്നത് ബുദ്ധിപരമായ സങ്കരമാണ്. മറ്റേത് അവിടെ ശാരീരിക, ബുദ്ധിക്ക് വ്യത്യാസം വരും. അതിൻ്റെ കർത്താവും ഞാൻ. ഇങ്ങനെ എന്നെ കണ്ടിട്ടേ പ്രജകളൊക്കെ അതുപോലെ ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ ആണ് ഞാനും കർമ്മം ചെയ്യുന്നത്. എനിക്ക് പൂർണ്ണനാണ്, കർമ്മത്തിൻ്റെ ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഞാൻ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏതുപോലെ സൂര്യനെ പോലെ ഒന്നും ഇനി പറയാൻ പോകുന്നുണ്ട്. കാരണം സൂര്യനൊന്നും ആവശ്യമില്ല, പക്ഷേ രാവ് പകൽ സൂര്യൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷ ഈശ്വരനാണല്ലോ സൂര്യൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കർമ്മയോഗമാണ് പറഞ്ഞു വരുന്നത്. ഒരിക്കലും കർമ്മം ചെയ്യില്ല എന്ന് വിചാരിക്കരുത്, കർമ്മം ചെയ്യണം. കർമ്മത്തിനല്ല കേട്, അതിനോടുള്ള സംഘത്തിനാണ്. ആ സംഘം നിങ്ങൾക്ക് എത്ര കണ്ടില്ലാതെയായി. അതോടുകൂടി കർമ്മം ചെയ്താലും കർമ്മം ചെയ്തു എന്ന് നമുക്ക് തോന്നില്ല. അതല്ലേ ആവശ്യമുള്ളൂ. കർമ്മത്തിൻ്റെ അല്ല ദോഷേ, കർമ്മം നമ്മെ ബാധിക്കുക. ആ ബാധിക്കലില്ല. എത്ര കർമ്മം ലോകത്ത് നടക്കണം,
അതിനോടൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, സുഖദുഃഖങ്ങളൊന്നും നമ്മളെ കാണുന്നില്ല. നമുക്ക് ഏതിലാണോ സംഘമുള്ളത് അതിനെ മാത്രമേ നമ്മളെ സുഖിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതന്നെ ചുരുക്കി വന്ന് എന്തെല്ലാം വന്നാലും എനിക്ക് അതിനോട് സംഘമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ കർമ്മം വളരെ നന്നാവും ചെയ്യും. അതുകൊണ്ട് സുഖദുഃഖത്തിൻ്റെ വിഷമം ഉണ്ടാവില്ല എന്ന് പറയുന്നു. സക്ത കർമ്മണ്യവിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാൽ വിദ്വാൻ സദാസക്ത ചികീർഹുൽ ലോകസംഗ്രഹം. വീണ്ടും ഇതന്നെ പറഞ്ഞ് സാധാരണ ആളുകൾ കർമ്മം ചെയ്യുന്നത് അതൊന്ന് ഫലം ഉണ്ടാവണം, അതൊന്ന് സുഖം കിട്ടും എന്ന് വിചാരിച്ചാണ് സക്തന്മാരാണ്. സക്തന്മാരുടെ അർത്ഥം ഒന്നുകൂടിയും പറയട്ടെ. നശിക്കുന്ന സാധനങ്ങളോടുള്ള മനസ്സിൻ്റെ ഒട്ടലിന് പേരാണ് സക്തി. നശിക്കാത്ത സ്ഥിരമായ അല്ലെങ്കിൽ നിരപേക്ഷമായ ഈശ്വരനോടുള്ള ആ മനസ്സിൻ്റെ ഒട്ടലിൻ്റെ പേരാണ് ഭക്തി. രണ്ടും കാര്യങ്ങൾ വളരെ വ്യത്യാസമുണ്ട്. ഒന്ന് സക്തിയാണ്, ഒന്ന് ഭക്തി. ഇവിടെ അധികം വളരെ വ്യക്തമാണ് സക്ത എന്നാണ്. സക്തന്മാർ അതായത് ഇന്നതൊക്കെ കിട്ടണം എന്ന് പ്രതീക്ഷ. നമ്മുടെ ജീവിതത്തിൽ തന്നെ ദുഃഖം മുഴുവനും സങ്കല്പമാണ്. രാവ് പകൽ ഓരോന്നിങ്ങനെ സങ്കല്പിക്കുന്നത് നമുക്ക് മുഴുവൻ കിട്ടണമെന്നില്ല. അപ്പോൾ ഒക്കെ ദുഃഖം വരും. അപ്പോൾ വേണ്ടത് സങ്കല്പം ചുരുക്കലാണ്. എത്ര കണ്ട് സങ്കല്പം ചുരുക്കൂ അത്ര കണ്ട് കേമനവും. നമുക്കത് സാധിക്കണില്ല. എന്താ കാരണം വെച്ചാൽ അതിനോടൊക്കെ ഇപ്പോൾ ആഗ്രഹമുണ്ട്. അതെന്താ കാരണം എന്ന് ഇനി പറഞ്ഞു വരുന്നുണ്ട് അവിടെ. സക്ത വിദ്വാംസ കർമ്മണ്യവിദ്വാംസോ യഥാ കുർവന്തി ഭാരത. എങ്ങനെയാണോ അവർ സക്തിയോടുകൂടി ശ്രദ്ധയോട് കൂടിയിട്ട് ഇന്നത്തൊക്കെ കിട്ടണം വിചാരിച്ച് പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെ കുര്യാൽ വിദ്വാനും അതേപോലെ ചെയ്യണം. എങ്ങനെ? ആസക്തി ഇല്ലാതെ ചെയ്യൂർഷു ലോകസംഗ്രഹം. എന്തിന്? ലോകത്തിൻ്റെ സംഗ്രഹം, ലോകത്തിന് നന്മ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ പണിയെടുത്തിട്ട് സാധാരണക്കാരനും കർമ്മ ചെയ്യുന്നു, അയാൾക്ക് സുഖവും ദുഃഖമൊക്കെ കാണാണ്ട്. ഇദ്ദേഹം മഹാത്മാവാണ്, ഇദ്ദേഹം അവരെ പോലെ തന്നെ പണിയെടുക്കണു. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ദുഃഖമില്ല, എപ്പം നോക്കിയാലും പരമാനന്ദം. എന്താ ഇതിന് വ്യത്യാസം എന്ന് അവർ ചിന്തിക്കും. ഇത് നോക്കിയിട്ട് അതിന് കാരണം ഈ അദ്ദേഹത്തിന് ആസക്തി ഇല്ലാതെയായി ചെന്നത് എനിക്കിതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാനും അതുപോലെ ആവണമെന്ന് പറഞ്ഞ് അവരും ഈ ആസക്തി ഇല്ലാതെ ചെയ്യാൻ ഉള്ള ഒരു പ്രേരണ നൽകൽ ആണ് ഈ ശ്രേഷ്ഠന്മാരുടെ പണി. അതിനാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. വീണ്ടും പറയുന്നു, ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഖ്യനം ജോഷയിൽ സർവകർമാണി വിദ്വാൻ യുക്ത സമാചര. ബുദ്ധിഭേദം വെച്ചാൽ സംശയം, അതോ നല്ലത് ഇതോ നല്ലത്, കർമ്മയോഗമോ നല്ലത് അതോ വെറും കർമ്മം ചെയ്യുക എന്നുള്ളത് എന്നുള്ള സംശയങ്ങൾ ആളുകൾ ബുദ്ധിഭേദം ജനയിൽ. ആർക്ക്? അജ്ഞാനം കർമ്മസംഖ്യനം, കർമ്മത്തിൽ സംഘമുള്ള അജ്ഞാനികൾ. അജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ പേരെന്നെ അപൂർണജ്ഞാനം എന്നർത്ഥമാണ്. അജ്ഞാനം ചിലതൊന്നുമില്ല. ജ്ഞാനത്തിൻ്റെ കുറവിന് പേരാണ് അജ്ഞാനം. തീരെ അജ്ഞാനം എന്നുള്ളത് ആരറിയും? സാധിക്കില്ലല്ലോ. അപ്പോൾ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ കുറവ്. അതിന് അവർ കാരണം എന്താണ്? കർമ്മസംഖ്യനം, കർമ്മത്തിൽ സംഘം ഉണ്ടാവുകൊണ്ടാണ് അവർക്കിത് വരുന്നത്. അവരെന്താണ്? അവർ ജോഷയേൽ സർവകർമാണി വിദ്വാൻ യുക്ത സമാചര. വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വിദ്യ? ജ്ഞാനം. സാ വിദ്യ യാ മുക്തയെ എന്നുണ്ട്. ഏതൊന്നാണോ നമുക്ക് മോചനം തരുന്നത് അതാണ് വിദ്യ എന്ന് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വിദ്യ വെച്ചാൽ അർത്ഥം നമുക്ക് മോചനം തരാമെന്ന് വെച്ചാൽ അതിനോട് ഒട്ടലില്ലാതിരിക്കുക. അങ്ങനെ ഈ വിദ്വാൻ എന്ത് ചെയ്യണം? അതേപോലെ പ്രവൃത്തി ചെയ്തിട്ട് വേണം മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട്. ലോകസംഗ്രഹം എന്ന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. സാധാരണ അതിലൊരു വലിയ തെറ്റിദ്ധാരണ തോന്നാറുണ്ട്. നമ്മളിവിടെ വിചാരിച്ചുള്ളത് ഈ രാഷ്ട്രീയക്കാരും മറ്റു കൂട്ടരൊക്കെ ഉണ്ടല്ലോ, അവർ ലോകസംഗ്രഹം ചെയ്യണമെന്നാണ്. അവർക്ക് ഒരിക്കലും ലോകസംഗ്രഹം ചെയ്യാൻ പറ്റില്ല. അത് ലോകസംഗ്രഹമല്ല. കാരണം അവർ സ്വയം കർമ്മഫലത്തിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവർക്ക് ഈ ഒന്നിക്കാൻ സാധിക്കില്ല. ലോകസംഗ്രഹം എന്ന് പറയുന്ന അർത്ഥം മനസ്സിൽ ആഗ്രഹങ്ങളില്ലാതെ അല്ലെങ്കിൽ ആവശ്യമില്ല അതൊന്നും എന്ന് മനസ്സിലാക്കി മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിൻ്റെ പേരാണ് ലോകസംഗ്രഹം. പലർക്കും ധാരണ മറ്റിച്ചാണ്. ഇങ്ങനെയൊക്കെ വെറുതെ ഇരുന്നാൽ പറ്റുമോ? ലോകത്തിനൊക്കെ നേരെയാക്കണ്ടേ, ലോകത്തിനെ നേരെയാക്കണ്ടേ എന്ന് പറയുമ്പോൾ തന്നെ ഇയാൾക്ക് അഹങ്കാരം വരികയാണ്. ഞാൻ ഇവരൊക്കെ നേരെയാക്കാമെന്നും അവർ മോശക്കാരാണെന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്ക് ഒരിക്കലും ലോകസംഗ്രഹം സാധിക്കില്ല. ലോകസംഗ്രഹം എന്ന് പറയുന്ന അർത്ഥത്തിൽ അതായത് അസൂയ, ഗുണിട്ട് എന്ന് പറഞ്ഞ ഈ ചീത്ത സ്വഭാവങ്ങളുള്ളൂ, മതം, മാത്സര്യം, അവർക്കൊന്നും തന്നെ ഒരിക്കലും നിന്നു. ലോകസംഗ്രഹത്തിന് ആവശ്യം ഈ രണ്ടാണെന്ന് തോന്നുന്നത് ആരാ? മനസ്സാണ്. അവൻ വേറെ ഞാൻ വേറെ എന്ന് തോന്നിക്കുന്നത് മനസ്സാണ്.
അപ്പോൾ ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരം ഇല്ലാതെ ആക്കണേൻ്റെ പേരാ ലോകസംഗ്രഹം. അതല്ലാതെ ഞാൻ കേമനാണ്, ഞാൻ മറ്റവരെ നേരെയാക്കണോ എന്ന് വരുമ്പോൾ അഹങ്കാരം വരും. അപ്പോൾ അവിടെ ലോകസംഗ്രഹം ഉണ്ടാവില്ല, ഒരുമിക്കില്ലല്ലോ. നിങ്ങളെ പോലെ വേറെ ആളുണ്ടാവും, അപ്പോൾ അയാളോട് നമുക്ക് ദേഷ്യം വരും, പല വികാരങ്ങളും വരും. ഇപ്പോൾ ഒരാൾക്ക് ലോകസംഗ്രഹം ചെയ്തു അതെങ്ങനെയാണ് അറിയാമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം ഞാൻ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ആ പ്രവൃത്തിയുടെ ഫലം നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാറാവണം, അതുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അഹങ്കാരാദി തീരുണ്ടോ എന്നുള്ളത് നമ്മളടയ്ക്ക് നോക്കേണ്ടതുണ്ട്. അതിനാണ് ഉദാഹരണമായിട്ട് പറയാറുള്ളത് മഹർഷിമാരൊക്കെ. അവർ ആ കാട്ടിൽ ഇരുന്നിട്ട് പ്രവർത്തിക്കുകയാണ്. പക്ഷേ അവർ ലോകസംഗ്രഹം ചെയ്യണം, മനസ്സിനെ ഒതുക്കി മനസ്സ് തന്നെ ഇല്ലാത്ത മട്ടാകുമ്പോൾ അവരുടെ ആശ്രമത്തിൻ്റെ ഒരു ചുറ്റും ഒരു പ്രത്യേക സ്ഥലത്ത് പെരമ്പ്ര എന്നൊക്കെ അതിന് പറയാം, അവിടെ പാമ്പും കീരിയും പശുവും സിംഹവും അവരും ഒരുമിച്ച് അവിടെ നിൽക്കുകയാണ്. കാരണം അവർക്ക് ആ ഭേദഭാവം ഇല്ലാണ്ടാണ്. പക്ഷെ അതിൻ്റെ ആ ഏരിയ കുറച്ച് ചുരുക്കമാണ്. മഹാത്മാക്കളാകുമ്പോൾ അവരുടെ അടുത്ത് ആ രാജ്യം മുഴുവനും അങ്ങനെ സാധിക്കും. അതിനു വേണ്ടിയെങ്കിലും നമ്മൾ കർമ്മം ചെയ്തേ പറ്റുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പ്രകൃതേ ക്രിയമാണാനി ഗുണേ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്ത അഹം ഇതി മന്യതേ. പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ ശക്തി എന്നർത്ഥം. 3 ശക്തികളാണ് കൂടിയതാണ് പ്രകൃതി. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. രജോ ഗുണം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ആകർഷിക്കുന്നുണ്ട്. തമോ ഗുണം അതിനെയൊക്കെ വേണ്ടാന്ന് പറയുന്നത്. സത്വഗുണം ഇതിന് തുല്യമായിട്ട് നിൽക്കുക. ഇംഗ്ലീഷിലാണെങ്കിൽ ഒന്നിന് അട്രാക്ഷൻ, ഏത് രജോ ഗുണം, മറ്റേതാണെങ്കിൽ റിപ്പൾഷൻ, മറ്റേതാണെങ്കിൽ ഇക്വിലിബ്രിയം. ശാസ്ത്രത്തിലെ നിയമമാണ് 3 ഒരേ തരത്തിലുള്ള ശക്തികൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ പ്രയോഗിച്ചാൽ ആ വസ്തു സ്വസ്ഥമായിരിക്കും. If 3 or more equal forces act upon a body, the body is at rest എന്നുള്ളത് ശാസ്ത്രമാണ്. അപ്പോൾ ബഡി അതാ പറഞ്ഞത്. രജോ ഗുണം ഉണ്ടാവും, തമോ ഗുണം ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ടിരിക്കും. ഒന്ന് ഈശ്വരനിൽ നിന്ന് വിടാൻ നോക്കും, മറ്റാൾ ഈശ്വരൻ്റെ കാണുന്നവിയ തമോ ഗുണത്തിന്. സത്വഗുണമാണ് നമ്മൾ ഈ തുല്യതയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഗുണങ്ങളാണ് കർമ്മം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വലിയ തെറ്റ് വരുന്നത് നോക്കെന്താ വെച്ചാൽ, ഈ പ്രകൃതിയാണല്ലോ എല്ലാം ചെയ്യുന്നത്. ആ പ്രകൃതിയുടെ തന്നെ ഭാവമാണ് നമ്മളുടെ മനസ്സ്, ബുദ്ധി ഒക്കെ. അപ്പോൾ അവയും ഗുണങ്ങളായിട്ട് കണക്കാക്കണം പ്രകൃതി തന്നെ. അവ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഞാൻ ചെയ്യണമെന്ന് തോന്നാൻ നോക്ക്. വിഷമം വരുന്ന അവിടെയാണ്. വാസ്തവത്തിൽ ചെയ്യുന്നത് മനസ്സാണ്, ബുദ്ധിയാണ്. അതിന് വേണ്ട പ്രകാശം കൊടുക്കണേ ഉള്ളൂ ഈ ആത്മാവ്. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അത് ചെയ്തത് ഞാൻ ചെയ്തു എന്ന് തോന്നുക. ഇവിടെ ഒരു മിനിറ്റ് ഞാനത് നിൽക്കട്ടെ. അല്ല അതൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കുക. നാം ശ്വാസം വലിക്കുന്നു, നമ്മുടെ രക്തം പോയിക്കൊണ്ടിരിക്കുന്നു, ചലനം നടക്കുന്നു, ഭക്ഷണം പചനം ചെയ്യുന്നു. ഇതൊന്നും ഞാൻ ചെയ്യുന്നു എന്നാരും പറയാറില്ല. നമ്മുടെ ഉള്ളിലാണ്. നേരെ മറിച്ച് ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ ചെയ്തു എന്നും പറയുന്നു. അതായത് സമഷ്ടി ചൈതന്യത്തെ നമ്മൾ നമ്മുടെ അല്ലാതെയും വ്യഷ്ടി ചൈതന്യത്തെ മാത്രം നമ്മുടെ ആയിട്ടും കണക്കാക്കുക. അങ്ങനെ വയ്യ. വാസ്തവത്തിൽ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഗുണം കൊണ്ടാണ്, അല്ലേ? മറ്റത് നമ്മൾ അറിയുന്നില്ല, പറ്റുന്നില്ല. പിന്നെ ഞാൻ കേട്ടു എന്നാ. ഈ ഞാൻ 2 തരത്തിലുണ്ട് ഇവിടെ. ഒന്ന് ആത്മാവ് എന്നുള്ള ഞാൻ. അത് അപരിമിതമാണ്, അപ്രമേയമാണ്,
നിരപേക്ഷമാണ്. മറ്റത് വേറെ ഒന്നുള്ളത് അത് നമ്മൾ പറയാറുണ്ട്, ഞാൻ ശരീരമാണ് എന്ന് പറയണമല്ലോ. ഞാൻ എന്ന് പറയണമെങ്കിൽ ശരീരം ഇല്ലാണ്ട് എങ്ങനെയാണെന്ന് പറയാം നമ്മൾ കാര്യം. ശരിയാണ്, ഞാൻ ശരീരമായിരിക്കും. അപ്പം നമുക്ക് ഈ ഞാനെന്ന് പറയണമെങ്കിൽ ശരീരത്തിൻ്റെ അപേക്ഷ ഉണ്ട്, നിരപേക്ഷല്ല, സാപേക്ഷ. ആത്മാവാണെങ്കിൽ പൂർണ്ണമാണ്. അപ്പോൾ ഒന്ന് ആ ഞാൻ എന്നുള്ളത് വാസ്തവ ഞാനാണ്, അതൊരിക്കലും ഇല്ലാതെയാവില്ല. അതുകൊണ്ട് സാധ്യമല്ലല്ലോ, കാരണം പൂർണ്ണമാണ്. മറ്റല്ലേ അതെന്ത് ചെയ്യാം, ഞാൻ എന്നുള്ളത് മറക്കാം. അപ്പോൾ നമ്മളൊക്കെ അതാ ചെയ്തിട്ടത്. ഞാൻ ആത്മാവാണ് എന്ന കാര്യം മറന്നിട്ട് ഞാൻ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. ഈ മറവി മാറ്റാൻ പറ്റും. ഇപ്പം ജീവിതത്തിൽ അങ്ങനെയല്ലോ, മറവിയൊക്കെ മാറ്റിക്കൂടെ. പക്ഷേ വസ്തുത മാറ്റാൻ പറ്റില്ല. ഞാൻ പൂർണ്ണനാന്നുള്ളത് മാറ്റാൻ പറ്റില്ല. ഞാൻ എന്നുള്ളത് ഒരിക്കലും മാറില്ല, അവിടെ നിൽക്കും. പക്ഷേ ഞാൻ ശരീരമാണെന്നുള്ളത് ഒരു തോന്നല, ആ തോന്നൽ മാറ്റാൻ പറ്റും. അത് എന്നും നിൽക്കില്ല, കാരണം സങ്കല്പിച്ചതാണ്. സങ്കല്പിച്ചിട്ട് ഇന്നിപ്പോൾ ചായ നന്ന സങ്കല്പിച്ചാൽ നാളെ നന്നല്ല സങ്കല്പിച്ചൂടെ. അതുമാതിരി ഞാൻ ശരീരമാണെന്ന് സങ്കല്പിച്ചു, നാളെ ഞാൻ ശരീരമല്ല ആത്മാവാണെന്ന് സങ്കല്പിക്കാനും വിരോധമില്ല, സാധിക്കും. അപ്പോൾ ഈ ഞാൻ കണ്ടു, ഞാൻ കേട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു വരുന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സങ്കുചിത അർത്ഥത്തിലാണ്, പരമാത്മാവെന്ന അർത്ഥത്തിലല്ല. അത് വയ്യ. അത് കാരണം ഗുണങ്ങളെ കൊണ്ടാണ്. ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കും എപ്പോഴും. ഞാൻ മാറുന്നില്ല. ഇപ്പോൾ എൻ്റെ ശരീരം മാറുന്നത് ഞാൻ മാറാതെ നിന്നോടനാണല്ലോ എനിക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ മനസ്സ് മാറുന്നത്, മനസ്സ് മാറി ഇന്നലത്തെ വലിയല്ല എന്നൊക്കെ വളരെ സമാധാനം തോന്നുന്നുണ്ട്. അപ്പോൾ അത് ആരെ കണ്ട് മനസ്സാവാൻ വയ്യ. മനസ്സിന് വിട്ടൊരു ആൾക്കല്ലേ ഇത് കാണാൻ പറ്റൂ. അപ്പോൾ മനസ്സ് എന്ന് പറയുന്നതും ഞാനും ഒന്നല്ല എന്ന് പറയണം. മാത്രമല്ല ഒരു അത്യാത്ഭുതമുള്ളത്, പൂർണ്ണത്തെ നമ്മൾ സമുദ്രത്തിന് ഒരു ഉദാഹരണം പറയാം. സമുദ്രത്തിൽ തിരകളുണ്ട്. ഈ സമുദ്രവും തരിയും സജാതീയാണ്, വെള്ളം തന്നെ രണ്ടും അങ്ങനെയാണല്ലോ. പക്ഷേ ആ തിര വരുമ്പോൾ സമുദ്രത്തിൻ്റെ കേമത്തൊന്നും അതിനില്ലല്ലോ. അത്രേ ചിലപ്പോൾ ചെറുതാണ്, അല്ലെങ്കിൽ ചില വളഞ്ഞിട്ടാണ്, ചില ഇങ്ങനെ പൊട്ടുന്നു എന്നൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ എന്ത് തോന്നാം, ഞാനിങ്ങനെയൊക്കെ വളരെ താഴ്ന്നതാണ്, എനിക്ക് പൊട്ടുന്നു, നേരെയാവണം എന്നൊക്കെ ഈ തിര വിചാരിച്ചാൽ, കാരണം അയാൾ ഈ സമുദ്രത്തിൽ നിന്ന് വിട്ടു എന്നുള്ള സങ്കല്പം വരുമ്പോഴേ ഉള്ളൂ. വാസ്തവത്തിൽ അയാൾക്ക് യാതൊന്നുമില്ല, കാരണം ഈ തിരയും സമുദ്രവും ഒക്കെ ഒന്ന് തന്നെയാണ്. അതുപോലെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉള്ള ആളാണ്, ഈ പ്രകൃതി തന്നെയാണ് ശരീരമൊക്കെ. ഞാൻ അതല്ല എന്ന് വേറെയാണ് അങ്ങോട്ട് വരുമ്പോൾ ഞാൻ പൂർണ്ണനല്ല എന്ന് നമ്മൾ സങ്കല്പിച്ചു. അപ്പോഴാണ് നമുക്ക് കാമങ്ങൾ വരുന്നത്. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഭാര്യ വേണം, കുട്ടികൾ വേണം, പണം വേണം എന്നൊക്കെ പറയാൻ കാരണം ഇതൊക്കെ വസ്തുത ആലോചിച്ച് നോക്കൂ, തെറ്റാണല്ലോ. കാരണം ഞാൻ പൂർണ്ണനാണ്. ഞാൻ സങ്കല്പിച്ചിട്ട് ഞാൻ ചെറുതാണെന്ന് വിചാരിച്ചിട്ട് ആഗ്രഹിക്കുക. അപ്പം എന്തിനും മാറ്റം ചെയ്യാൻ എന്താണെന്ന് ഓർത്തി, കർമ്മം കൊണ്ട് സാധിക്കില്ല, സങ്കല്പം കൊണ്ട് തന്നെ ഇത് തെറ്റാണ്, ഞാനും ഈ ശരീരം മാത്രമാവാൻ വയ്യ, കാരണം ഞാൻ പൂർണ്ണനല്ലേ എന്ന് ബോധ്യം മനസ്സിലാവുണ്ടല്ലോ പറയുന്നത്. വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇവിടെ പറയുന്നത്. രണ്ട് പൂർണ്ണം ഉണ്ടാവുകയില്ല, രണ്ട് അപരിമിതം ഉണ്ടാവുകയില്ല, രണ്ട് നിരപേക്ഷ ഉണ്ടാവുകയില്ല. അപ്പം ഇവിടെ നമ്മൾ ഈശ്വരനെ ഒന്ന് വേറെയായിട്ട് കാണുന്നു, നമ്മളെയൊന്ന് വേറെയായിട്ടും കാണുന്നു. രണ്ടും ഒന്നാവാനല്ലാണ്ട് എങ്ങനെ രണ്ടാവാൻ സാധിക്കുക? സങ്കല്പം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനെ ഇല്ലാതെയാക്കാൻ സങ്കല്പം കൊണ്ട് തന്നെ പറ്റുള്ളൂ, അല്ലാണ്ട് ഉള്ളതല്ല നല്ല ഇല്ലാണ്ടാക്കണ്ടുള്ളൂ. സങ്കല്പമാണ് ഉണ്ടാക്കിയതാ, ഉണ്ടായതൊക്കെ ഇല്ലാതെയാവുന്നുള്ള നിയമമാണ്. അപ്പോൾ ഒരിക്കലും ഈ കാര്യത്തിൽ പ്രശ്നമില്ല. ഗുണങ്ങളെ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്, ഗുണങ്ങളാണ്. ഗുണങ്ങൾ പറഞ്ഞാൽ ക്രിയ എന്നർത്ഥമാണ്. പ്രകൃതിയെ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മ. അഹങ്കാരം കൊണ്ട്, അഹങ്കാരം ഞാൻ ശരീരമാണ് എന്ന തെറ്റിദ്ധാരണ വന്നതുകൊണ്ട്, ഞാൻ ശരീരവുമാണ്, എനിക്ക് വിരോധമില്ല, ഞാൻ ശരീരം മാത്രമാണെന്ന് പറയുമ്പോൾ വിഷയം. അപ്പോൾ ചുരുക്കിലോ കർത്താ അഹം ഇത് മന്യതേ, ഞാനിതിൻ്റെ കർത്താവാണ് എന്ന് വിചാരിക്കുക. കാരണം പരിമിത വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആത്മാവിനുണ്ട് കർമ്മം ചെയ്യുക, പൂർണ്ണനാണ്. അതെങ്ങനെയാണ് കർമ്മം ചെയ്യാൻ സാധ്യമല്ലല്ലോ, ഇളകാൻ ചലനമില്ല, അതുണ്ട് എന്ന് മാത്രമേ പറയാൻ വയ്ക്കൂ, അല്ലാണ്ട് അതിന് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വ്യവഹാരത്തിന് വേണ്ടിയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കർമ്മം ചെയ്യുന്നതൊക്കെ തന്നെ ഗുണങ്ങളാണ്. അത് സത്വഗുണമുള്ള ആൾ സാത്വിക കർമ്മം ചെയ്യും, രജസ്സുള്ള ആൾ രജസ്സിൻ്റെ കർമ്മം ചെയ്യും, തമസ്സുള്ള ആൾ തമസ്സിൻ്റെ കർമ്മവും ചെയ്യും. നമ്മളിപ്പോൾ ആവശ്യം സത്വത്തിൻ്റെയാണ്. എന്നാൽ സത്വത്തിൻ്റെ ആയതുകൊണ്ട് ആ കർമ്മം നിങ്ങളെ ബാധിക്കില്ല. രജസ്സും തമസ്സും ആയ ആ കർമ്മം നിങ്ങളെ ബാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സുഖദുഃഖങ്ങളുണ്ടാവും. ഇവിടെ സുഖദുഃഖത്തിൻ്റെ പ്രശ്നമില്ല, നിങ്ങൾക്ക് അത് തന്നെ സാധിക്കും. അപ്പോൾ ആ കർമ്മത്തിൻ്റെ സയൻസ് എന്താണെന്ന് പറഞ്ഞു തരാം.
എപ്പോഴൊക്കെ സംഘം അല്ലെങ്കിൽ സങ്കല്പം ഇല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പ്രകൃതി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അവരൊന്നും അതിൻ്റെ ഒന്നും സുഖദുഃഖം അവർ അനുഭവിക്കുന്നില്ല എന്നുള്ളത് വളരെ ശരിയല്ലേ. നമ്മൾ തന്നെ ഒന്നിനോടൊരു പ്രത്യേകിച്ച് സംഘമില്ലാതെ പ്രവർത്തിച്ചാൽ അത് പറഞ്ഞ് നേരെയായ സന്തോഷം നന്നായില്ല വെച്ചാൽ നമുക്ക് ദുഃഖമൊന്നുമില്ല. കാരണം നമുക്ക് അതിനോടൊരു ബന്ധമില്ല. അത് നമുക്ക് ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നത് അതൊന്നും എന്നത് കിട്ടണമെന്ന്. ഈ സംഘം, അതായത് സങ്കുചിതത്വം എന്ന് പറയട്ടെ, സ്വഭാവം ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഞാൻ പൂർണ്ണനാണ്, ഞാൻ ശരീരമാണെന്ന് പറയുന്നത് അസ്വാഭാവിക. ഈ അസ്വാഭാവികത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ നമ്മൾ അതിനെ വിട്ടിട്ട് സ്വഭാവത്തിലേക്ക് പോയാൽ പിന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ കർമ്മം ചെയ്യണോ എന്നുള്ള ചോദ്യം തന്നെ വരില്ല. കാരണം കർമ്മം ചെയ്യാണ്ടിരിക്കാൻ വയ്യെന്ന് പറഞ്ഞു ഗുണങ്ങൾ എപ്പോഴും കർമ്മം ചെയ്യും. അതതിൻ്റെ പാട്ടിൽ കർമ്മം ചെയ്തോട്ടെ, എന്തെല്ലാം കർമ്മങ്ങൾ ഇവിടെ നടക്കണു. നമുക്ക് പ്രശ്നം വരുന്നത് അതിനോട് സംഘം വരികയാണല്ലോ, അത് വരാതിരിക്കണം. അതിന് കാര്യകാരണം പറയാണ്. രണ്ട് ഞാനുണ്ട്. ഒന്ന് ഞാൻ നിരപേക്ഷൻ, മറ്റ് ശരീരത്തോട് ചേർന്ന ഞാൻ, അത് സാപേക്ഷം. സാപേക്ഷ ആവുന്നിടത്തോളം കാലം ദുഃഖം വരും. നിരപേക്ഷമായ ദുഃഖം വരില്ല. ഈ സാപേക്ഷവും നിരപേക്ഷവും സങ്കല്പമാണ് ഇനിയും, അല്ലാണ്ട് വസ്തുതയല്ല. അതുകൊണ്ട് ഈ കാര്യം മനസ്സിലായാൽ നമുക്ക് സമാധാനത്തിന് അല്ലെങ്കിൽ പണി ചെയ്യുന്നതിന് ഒരു പരിഭ്രമം തോന്നില്ല. ജീവിതത്തിന് എല്ലാവർക്കും അത് നീ ഒരു ശ്രേഷ്ഠനാണ്, അതുപോലെ മറ്റൊരു നിന്നെ പല ചെയ്യുകയും ചെയ്യും. തത്വവിത്ത് മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണേഷു വർത്തന്ത ഇരിമത്വ ന സജ്ജതേ. തത്വവിത്ത്, തത്വം എന്നുള്ളതിന് അർത്ഥം നില എന്നർത്ഥമാണ്, സ്റ്റേജ്. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ആകാശം എന്നുള്ളൊരു തത്വമാണ്, ആകാശതത്വം. അത് തന്നെ ഒരു ലോവർ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് വായു തത്വം ആ നിലയിലേക്ക് വന്നു, ചലനമുണ്ടായി. അപ്പോൾ അഗ്നിതത്വം, അപ്പോൾ അതിൽ ചൂട് വന്നു, ലൂമിനസ് എന്നുള്ളത്. അത് തന്നെ ദ്രവം, ജലതത്വം, അത് തന്നെ ഭൂമിതത്വം. അപ്പം എന്തൊക്കെ തത്വങ്ങൾ വെച്ചാൽ ഒരേ കാര്യത്തിൻ്റെ തന്നെ പലതരം നിലവാരങ്ങൾ. നമ്മളെ സാക്ഷാൽ തത്വം എന്താണ്? ഇതൊക്കെ പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറയുന്നത് ചലനമുള്ളതാണ്. ചലനമുള്ളതൊക്കെ പരിമിതമാണ്. ഇത് അപരിമിതമാണ് ആത്മാവ്, അല്ലെങ്കിൽ നിരപേക്ഷമാണ്. അപ്പോൾ ആ തത്വം അതെന്താണ്? അത് ഒന്ന് മാത്രമേ ഉണ്ടാവുകൂ, രണ്ട് വയ്യ. കാരണം രണ്ടിനും അതിൻ്റെ ഇടയിൽ സ്ഥലം ഉണ്ടാവും, അപാരകേമം ചോദ്യം ഉണ്ടാവും, ചലനം ഉണ്ടാവും, അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ പറയുന്നത് തത്വമസി, അസി, നീ അതാണ്. തത്വമസിച്ചാലോ പരമാത്മാവ് നീ തന്നെയാണ്, വേറെ ഒന്നും പോണില്ല. ഏതുപോലെ ആ വിത്തിൽ, ആലിൻ്റെ വിത്തിലുള്ള ചെറിയ വിത്തിനോട് പറയാണ് തത്വമസി, നീ ആലന്നെയാണ്. പക്ഷേ അതിന് വേണ്ട സൗകര്യം ചെയ്താൽ അത് ആലായിട്ട് വളരുന്നു. മാത്രം കോടാനുകൂടി ആലുണ്ടാക്കാനും ഒക്കെ ശക്തി അതിലുണ്ട്. അതേ ശക്തി എന്നിലും നിങ്ങളിലും ഉണ്ട്. നമ്മൾ തത്വവിത്ത് മഹാബാഹോ, അപ്പോഴാണ് അത് അറിയാൻ. ഹേ മഹാബാഹോ, തത്വം അറിയുന്ന ആള് ഗുണകർമ്മ വിഭാഗയോ, ഗുണത്തിനെയും കർമ്മത്തിനെയും ഉള്ള വിഭാഗം. ആരാ ചെയ്യുന്നത്? കർമ്മം ചെയ്യുന്നത്. ഗുണേഷു വർത്തന്ത, ഗുണം എന്ന് പറഞ്ഞാൽ ക്രിയ എന്ന് മനസ്സിലായി. ഗുണേഷു വർത്തന്ത ഇതി മത്വ ന സജ്ജത, അയാൾ അതിലൊട്ടുന്നില്ല. ചെയ്യുന്നത് മുഴുവനും മനസ്സാണ്, ബുദ്ധിയാണ്. ഞാൻ പ്രകാശകനാണ്, ഇതിനെ കാണിച്ചു. എൻ്റെ പ്രകാശം ഇല്ലെങ്കിൽ ബുദ്ധിക്ക് പണിയെടുക്കാൻ പറ്റില്ല, മനസ്സിന് പണിയെടുക്കാൻ പറ്റില്ല, ശരീരത്തിന് പണിയെടുക്കാൻ പറ്റില്ല. പ്രകാശത്തിന് ഇതിനൊന്നും ബാധകമില്ലല്ലോ. ലോകത്തിൽ പല പ്രവൃത്തികളും നടക്കുന്നു. ഇവിടെ സജ്ജനങ്ങൾ യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവർ ചിലർ രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നു, ചിലർ കക്കണമൊക്കെ ചെയ്യുന്നു. ഇതിനൊക്കെ പ്രകാശം കൊടുക്കുന്നത് സൂര്യനാണ്. സൂര്യന് ഇതിൻ്റെ ഒന്നിൻ്റെയും ബാധകമില്ല. കാരണം സൂര്യൻ പ്രകാശം കൊടുക്കലല്ലാണ്ട് ഈ പ്രവൃത്തിയിലൊന്നും സൂര്യൻ ഇടപെടുന്നില്ല. ഇതുപോലെ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ മാറി നിന്നിട്ട് കനിയൊക്കെ ചെയ്യും. സൂര്യനാണൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ സുഖദുഃഖങ്ങളൊന്നും നമ്മളെ ബാധിക്കരുത്. കാരണം നമ്മളുടെ പ്രവൃത്തി പ്രകാശം, അല്ലെങ്കിൽ നമ്മുടെ സാക്ഷി സ്വരൂപം മാത്രം. അതെങ്ങനെയാണ് സാധിക്കുക? മനസ്സാണ്. മനസ്സിൻ്റെ സങ്കല്പമാണ് ഞാൻ അതിലുണ്ടെന്ന് പെടുമ്പോഴേ ബോധ്യമുള്ളൂ. മനസ്സാ സങ്കല്പത്തെ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ആലോചിച്ചാൽ മതി, എത്ര കാര്യം അവിടെ നടക്കണത്, നമുക്കൊരു പ്രശ്നവുമില്ല. കാരണം അതിലൊന്നും സങ്കല്പമില്ല. അപ്പോൾ ജീവിക്കാൻ ഒട്ടലില്ല. ഇത് വീണ്ടും വീണ്ടും എത്ര പറഞ്ഞാലും പിന്നെയും നമുക്ക് അതിലൂടെ ഒട്ടലുണ്ടാവും, അങ്ങോട്ട് പോവില്ല. വളരെ കാലമായിട്ട് ചെയ്ത ഒരു കാര്യം, ഇപ്പോൾ ശീലമുണ്ടല്ലോ, അതൊരു ദിവസം കൊണ്ട് അങ്ങോട്ട് പോവില്ലല്ലോ. അതിപ്പോൾ അനവധി ജന്മങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അതങ്ങോട്ട് പോവാൻ വളരെ എളുപ്പമല്ല. അതിനാണ് വീണ്ടും വീണ്ടും ചെയ്യുക. വളരെ പ്രാവശ്യം എന്താണത്? അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേനത് ഗൃഹ്യത എന്ന് പറയാൻ പോണ്ട്. അഭ്യാസം, അതിൽ വ്യത്യാസമുണ്ട്. അഭ്യാസത്തിനാണ് പ്രാധാന്യം.
അഭ്യസിക്കാച്ചാന്ന് ഞാൻ ആത്മാവാണെന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുക. ഞാൻ ആത്മാവാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വൈരാഗ്യത്തിന് പണിയെടുക്കണ്ട, വൈരാഗ്യം തന്നെ വരും. വൈരാഗ്യത്തിന് വേണ്ടി ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ട. ഞാൻ പൂർണ്ണനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അപൂർണനല്ല എന്നുള്ളതിനൊരു വൈരാഗ്യത്തിൻ്റെ ആവശ്യമില്ല. അതുമാതിരി ജീവിതത്തിൽ നമുക്കൊന്നേ ചെയ്യേണ്ടതുള്ളൂ, നിരഹങ്കാരനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് കിട്ടണമെന്ന് നോക്കാല്ലാണ്ട് കർമ്മം ചെയ്താൽ കാര്യം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ തന്നെ അതൊന്നും നമ്മുടെ മേലിൽ വന്ന് പെടില്ല. കാരണം മനസ്സില്ല. അഞ്ചിൽ പ്രത്യേകിച്ച് പറയും പത്മപത്രം ഇവ അമ്പസ. ഇത് ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യത്തും അങ്ങോട്ടും കൂട്ടി പറയുമ്പോൾ രസമുള്ളൂ. വെള്ളത്തിലാണ് കിടക്കണം, പക്ഷേ നനയാറില്ല. ഇതിലിടയ്ക്ക് സാധിച്ചിട്ടില്ല ആ ഇതിൽ. അതുമാതിരി നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ നിൽക്കും, പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് നമ്മെ ബാധിക്കില്ല. പ്രകൃതേ ഗുണസമ്മൂഢ സഞ്ജന്തേ ഗുണകർമ്മസു താൻ അകൃഷ്ണവിദോ മന്ദൻ കൃഷ്ണവിഘ്ന വിചാലയിൽ. കൃഷ്ണം എന്ന് പറഞ്ഞാൽ പൂർണ്ണം എന്നർത്ഥമാണ്. പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു. പല പ്രാവശ്യം പിന്നെ പ്രകൃതികളിൽ സമ്മൂഢൻ, മൂഢൻ ചെന്നർത്ഥം അത് അറിവ് കുറഞ്ഞവൻ അല്ലെങ്കിൽ തെറ്റായ അറിവുള്ളവൻ, രണ്ടും ഒന്നുള്ളൂ. അയാളെന്തോ സജ്ജന്തേ ഗുണകർമ്മസു, ഈ കർമ്മങ്ങളിലൊക്കെ അയാൾ ചെന്ന് വിട്ടും. അയാൾക്ക് അത് ചെയ്യണം, പല ആഗ്രഹം ഉണ്ടാവും. താൻ അകൃഷ്ണവിദ് ആ അകൃഷ്ണവിദ് ചില അകൃഷ്ണവിദ് കുറച്ച് മാത്രം അവരുണ്ട്. അവരെ മന്ദാൻ എന്നുണ്ട്. ഇതെന്നാവും നമ്മുടെ മലയാളത്തിൽ മന്ദൻ എന്നുള്ള പേര് വന്നത്. മന്ദന്മാരെ, മെല്ലെ പോണവരെ മന്ദൻ, അവരെന്ത് ചെയ്ത് കൃഷ്ണവിദ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ മഹാത്മാക്കൾ അവരെ എന്ത് ചെയ്യരുത്, ചലിപ്പിക്കരുത്. കാരണം അവരിപ്പോൾ കർമ്മം ചെയ്യുകയാണ് ആഗ്രഹത്തോടു കൂടിയാണ്. ഇതിങ്ങനെ ഒന്നും ചെയ്യരുത്, ആഗ്രഹമില്ലാണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. അപ്പോൾ അവർ ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട് മൂഢനാവുക ചെയ്യാം. അപ്പോൾ അവർ ശരി കർമ്മം ചെയ്തോളൂ, ഇങ്ങനെ തന്നെ ചെയ്തോളൂ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയല്ല, അത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാനേ ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ സമാധാനം പലരും ചെയ്ത് നോക്കിയിട്ടുണ്ട്, അവർക്ക് പറ്റിയിട്ടില്ല. അനുഭവം അങ്ങനെ മെല്ലെ പറഞ്ഞ് അവരെ പെട്ടെന്ന് നിങ്ങളൊന്നും പണിയെടുക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ മൂഢനാവുക ചെയ്യാം. അതരുത്. അവരെ എന്തൊക്കെയാണ് ബുദ്ധിഭ്രമം ഉണ്ടാക്കരുത്. പണിയെടുക്കുമ്പോൾ ആൾ പെട്ടെന്ന് നമ്മൾ വേദാന്തം കൊണ്ട് പറഞ്ഞിട്ട് കാര്യം ചെയ്താൽ ആളുകൾ ഒന്നും ചെയ്യാണ്ടിരിക്കും. അത് വേദാന്താവിലെ മൂഢതയും. അപ്പോൾ ചെയ്യുന്ന കൂട്ടത്തിൽ അവരുടെ കൂടെ തന്നെ വളരെ വ്യക്തത അതൊക്കെ. കാരണം ഇപ്പോൾ ഇവരുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ, എത്ര നല്ല മഹാത്മാക്കൾ, ഇപ്പോൾ ജയപ്രകാശ് നാരായണനെ പോലെയോ ഗാന്ധിജിയെ പോലെയോ അവരും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അവരിതൊക്കെ ചെയ്തിട്ട് അവർക്ക് യാതൊരു പരിഭ്രമവും ഉണ്ടായില്ല. രണ്ടാളെയും എനിക്ക് പ്രത്യേകിച്ച് പറയാൻ കാരണമുണ്ട്. ഗാന്ധിജി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആഗസ്റ്റ് 15 ഇവിടെ ഡൽഹിയിൽ ആ കൊടിയുയർത്തുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഗാന്ധി നവഖാലിയിൽ സേവന പ്രവർത്തനം ചെയ്തുകൊണ്ട് നടക്കാൻ തന്നെ. കാരണം അദ്ദേഹത്തിന് ഇതിൻ്റെ ഈ പ്രസിഡൻ്റാവുകയോ അല്ലെങ്കിൽ മന്ത്രിയൊന്നും ആവേണ്ട ആവശ്യമില്ല. അദ്ദേഹം ശരിക്കും പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് യാതൊരു ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയാണ് കേമത്വം, ഇവരല്ല. ഇവർക്ക് രാഗദ്വേഷമുണ്ട്, അവിടെ ആവശ്യമില്ല. ഇതേ കാര്യം ജയപ്രകാശ് ഇവിടെ കോൺഗ്രസ് മിനിസ്റ്റർ പോയിട്ട് മറ്റേ വന്നപ്പോൾ അന്ന് അദ്ദേഹത്തിനെ പ്രസിഡൻ്റാവാൻ ക്ഷണിച്ചു. അപ്പോൾ ഞാൻ പ്രസിഡൻ്റ് ആവണില്ല, ഞാൻ എൻ്റെ ആശ്രമത്തിലുണ്ട് ബീഹാറിൽ, അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു സഞ്ജീവ റെഡ്ഡി എന്നൊരാളാണ് ഇവിടെ പ്രസിഡൻ്റായിരുന്നു. ആലോചിച്ച് നോക്കൂ, സഞ്ജീവ റെഡ്ഡിയും ജയപ്രകാശ് നാരായണനും തമ്മിൽ ആനയും പിന്നെ ഇന്നലെ വ്യത്യാസമുണ്ട്. സഞ്ജീവ റെഡ്ഡി പ്രസിഡൻ്റാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാമെന്നല്ലാണ്. അയാൾക്ക് എന്ത് കേമത്താളത്? കാരണം സഞ്ജീവ റെഡ്ഡി പറയുമോ ജയപ്രകാശ് നാരായണോട് എനിക്ക് ജയപ്രകാശ് നാരായണനെ കാണണമെന്നുണ്ട്, ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സൗകര്യമില്ല പറയും ജയപ്രകാശ് നാരായണൻ. അദ്ദേഹത്തിന് സാധിക്കില്ല. നേരെ മറിച്ച് ജയപ്രകാശ് നാരായണൻ പറയാണ് എനിക്ക് സഞ്ജീവ റെഡ്ഡി ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് അങ്ങോട്ട് പോവും. അങ്ങനെയല്ലേ ചെയ്യുക. അപ്പോൾ ഈ ഇവിടെ പറഞ്ഞു വരുന്നത് തെറ്റായിട്ട് അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന ആളുകളെ പെട്ടെന്ന് അവരോട് അതിന്നിട്ട് മടക്കിയിട്ട് ഇതാ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഇപ്പോൾ രമണ മഹർഷിയെ പോലെ ആവുമെന്നൊക്കെ പറയാമെന്നുള്ളൂ. രമണ മഹർഷിക്ക് അത് സാധിക്കുള്ളൂ, നമ്മക്കൊണ്ടാവില്ല. അപ്പോൾ ആദ്യം എന്ത് വേണം, ശ്രീരാമകൃഷ്ണൻസരെ പോലെ അദ്ദേഹം എല്ലാ പ്രവൃത്തിയൊക്കെ ചെയ്ത് കാണിച്ചുകൊണ്ട്, രണ്ടാളും ഒരേപോലെയാണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി എളുപ്പം ശ്രീരാമകൃഷ്ണനെ ചെയ്ത പോലെ ആവാനാ, അല്ലാണ്ട് രമണ മഹർഷിയെ പോലെ നമുക്ക് ആവില്ല. അവിടെ ചെല്ലുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടാളും ഒന്ന് പ്രകൃതി. അതൊക്കെ ഇവിടെ ഈ പറഞ്ഞതൊക്കെ ഭഗവാൻ പറയുന്ന കാര്യത്തിനൊക്കെ ഇവിടെ ജീവിതത്തിൽ ഒന്നാന്തരം ഉദാഹരണങ്ങളുണ്ട്. പലപ്പോഴും ഇത് വളരെ ശരിയാണ്. എൻ്റെ ഒരു ഗുരുനാഥൻ്റെ ആയിരുന്നു തമ്പാഞ്ചിന്ന്. അദ്ദേഹത്തിന് ഇവർ രണ്ടാളും ഒരുപോലെ, രമണ മഹർഷിയും ശ്രീകൃഷ്ണ മഹർഷിയും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പറയും ഇങ്ങനെയൊക്കെയാണെങ്കിലും
രമണ മഹർഷി എന്ന് പറയുമ്പോൾ കേമത്വമൊക്കെ ഉണ്ട്, എന്നെക്കൊണ്ട് അതാവും തോന്നുന്നില്ല. കാരണം എൻ്റെ ശക്തി കുറവാണ്. അതേ സ്ഥാനത്ത് ശ്രീരാമകൃഷ്ണൻ രണ്ടും തുല്യമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യാൻ എളുപ്പം രമണ മഹർഷിയുടെ മാർഗ്ഗം, അല്ല പരമഹംസരുടെ ഭാഗം, മറ്റത് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഭഗവാൻ വേണ്ട എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ആളുണ്ടെന്ന് കാണിക്കും വേണം. അല്ലെങ്കിൽ ഒക്കെ അങ്ങനെയാണ്. അല്ല, രമണ മഹർഷി പോലെ ആളുകളുണ്ട് ഇവിടെ, സാധിക്കും. ജനകനെ പോലെ ആളുകളുണ്ട് ഇവിടെ. ജനകനും ശുഗനും പറയും. ശുഗജനകോയോ ഏക പന്ഥ എന്ന് പറയുന്നുണ്ട്. ശുഗൻ ഒന്നും പണിയെടുക്കാതെ എന്താണ് നിവർത്തനാണ്. വസ്ത്രം പോലും ഇല്ല മുമ്പർക്ക്. അതിനെ നടക്കുക. ജനകൻ മഹാരാജാവാണ്. രണ്ടാളും ഒരുപോലെ. ഒരു വിദ്യാലയം ഏറ്റവും തമാശ എന്ന് വെച്ചാൽ ജനകൻ്റെ ശിഷ്യന് ഈ ശുഗബ്രഹ്മർഷി സർട്ടിഫിക്കറ്റ് കൊടുത്ത ഇന്ന ആളാന്നാണ്. അപ്പോൾ എന്തിനകത്തൊക്കെ കാണിക്കുന്നത് വെച്ചാൽ ഇതൊന്നും വേറെയല്ല, ക്രമത്തിൽ നമ്മുടെ പണി. ഇപ്പം നമ്മൾ ഈ ഗീത കേൾക്കുന്ന ആളുകളൊക്കെ എന്തിനത് കേൾക്കണമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 100,000 സങ്കല്പമുണ്ട്. ആ സങ്കല്പങ്ങളൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു നമുക്ക് അറിവുണ്ട്. എന്നിട്ടും നമ്മൾ അതിൽ തന്നെ പെടുകയാണ്. അപ്പോൾ അതങ്ങനെയല്ല. പല ഉദാഹരണങ്ങൾ കൂടി ഇതൊക്കെ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് തോന്നുന്നത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. ആലോചിച്ചാൽ ശാസ്ത്രമായിട്ട് പറഞ്ഞല്ലോ. കാരണം സമുദ്രവും തിരയും ഒന്നേ അനുഭവിക്കൂ. സമുദ്രം ഞാനല്ല, തിര ഞാനാണെന്ന് വിചാരിച്ചാൽ തെറ്റല്ലേ? അതുപോലെ ഈ പ്രകൃതി മുഴുവനും ആ പ്രകൃതി തന്നെയാണ് ഈ ശരീരം, മനസ്സ്, ബുദ്ധിയൊക്കെ. പ്രകൃതി വേറെ, പ്രകൃതി ചെയ്യുന്നതൊക്കെ ഞാനല്ല, ഈ ഇതിൻ്റെ ഉള്ളിൽ ശരീരത്തിലിരിക്കുന്ന ആൾ ഞാനാണ് എന്നുള്ളത് ശാസ്ത്രരീതിയെ തെറ്റാണ്. അത് ഒരിക്കലും വയ്യ. ഇത് ഈ ശരീരത്തിൽ ചെയ്യുന്നതും ആ പ്രകൃതി തന്നെയാണ് ചെയ്യുന്നത് എന്നങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ പ്രകൃതിക്കാണ്. പ്രകൃതിക്ക് ഗുണവുമില്ല ദോഷവുമില്ല. അങ്ങനെയാണ്. ഭഗവാൻ ഭാഗവതത്തിൽ പ്രത്യേകിച്ചൊരു കഥ പറയും. ഉദ്ധവൻ ചോദിക്കും ഗുണമേതാ ദോഷമാണ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. അവസാനം ഭഗവാൻ ഒരു പടക്കം പൊട്ടിക്കണ പോലെ ഒരു പൊട്ടിക്കല പൊട്ടിക്കും. കാരണം വരിക ഗുണദോഷദൃശോ ദോഷ ഗുണസ്തൂഭയവർജിത. ഉദ്ധവ, എന്തിനാ ഗുണം ദോഷം എന്നൊക്കെ പറയണത്? ഗുണമുണ്ട് ദോഷമുണ്ടെന്ന് വിചാരിക്കുന്നില്ലേ? അതാ ദോഷം. ഗുണമില്ല ദോഷമില്ല എന്ന് വിചാരിക്കുന്നില്ലേ? അതാ ഗുണം. അതായത് പൂർണ്ണതയാണ് ഗുണം, അപൂർണതയാണ് തെറ്റ്. നമുക്ക് ഈ ദ്വന്ദ്വം ഇല്ലാണ്ട് ഒന്നും വയ്യ. ദുഃഖം എപ്പോൾ വരുമ്പോഴും ദ്വന്ദ്വമാണ്. ദ്വന്ദ്വമുള്ളപ്പോൾ ഒക്കെ ദുഃഖം ഉണ്ടാവും. ആ ദ്വന്ദ്വ അതീതനാവുക അത് എവിടെയേ സാധിക്കുള്ളൂ? ശാരീരികമായിട്ട് ദ്വന്ദ്വാതീതനാവാൻ പറ്റില്ല, മനസ്സുകൊണ്ടേ പറ്റുള്ളൂ. അല്ലേ? സങ്കല്പം കൊണ്ടല്ലേ. ഞാനും ആ ദരിദ്രനും ഒരുപോലെയാണെന്ന് മനസ്സുകൊണ്ട് പറയാനേ പറ്റുള്ളൂ. എനിക്ക് വളരെ നല്ല ശക്തിയുണ്ട്, ദുർബലനാണ്, ഞങ്ങൾ ഒരുപോലെ പറയാൻ പറ്റില്ല, മനസ്സുകൊണ്ടേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സത്യത്തിന് എന്ത് പറഞ്ഞത്? സമദർശനം, അല്ലാണ്ട് സമപ്രവർത്തനമല്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സമദർശനം. ഭഗവാൻ പറയണു ഇങ്ങനെ ചെയ്താൽ ഈ കർമ്മയോഗം ഒരു പ്രയാസമുള്ളതല്ല. എന്ത് ചെയ്താൽ മതി? ഞാൻ ഞാൻ പൂർണ്ണനാണ്, ചെയ്യുന്നതൊക്കെ ഈ കർമ്മം ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് നല്ലോണം അറിയുന്ന ആൾ അല്പം അറിയുന്ന ആളെ അപകടത്തിലാക്കരുത്. അത് അവർക്ക് നോക്കി മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം അങ്ങനെ ചെയ്യണമല്ലോ വിചാരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കും ഇദ്ദേഹം ഒന്നും ചെയ്തൊരു സമാധാനമായിട്ട് ഇരിക്കണു, ഞാൻ പലതും ചെയ്യണു, എനിക്ക് സമാധാനം ഇല്ല, അതെന്താ കാരണം എന്ന് അല്ല അന്വേഷിക്കില്ലേ? അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും ഇദ്ദേഹത്തിന് സംഘമില്ല, എനിക്ക് സംഘമുണ്ട്. അപ്പം മാറ്റേണ്ടത് എന്താണ്? സംഘമാണ്. ഈ സംഘം മാറ്റുന്നതിൻ്റെ പേരാണല്ലോ ഇവിടെ 3 അധ്യായം മുഴുവനും കർമ്മയോഗം ചെയ്യുന്നർത്ഥം. കർമ്മം ചെയ്തിട്ട് കർമ്മം ചെയ്തു തോന്നാതിരിക്കലാണ് കർമ്മയോഗം. അല്ല, ഒന്നും ചെയ്യാതിരുന്നാൽ പിന്നെ അതിന് കർമ്മയോഗം എന്ന് പേരില്ലല്ലോ. അത് സാധിക്കില്ല പറയണം. മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ വിഗതജ്വര. വരുന്ന ഒരു യുദ്ധത്തിൻ്റെ ഫലം. മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ. ഈ ഗീതയിൽ മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ മൈ എന്നിൽ എന്നാണ്. ഈ എന്നിൽ എന്ന് പറയുമ്പോൾ ഒക്കെ ഭഗവാൻ പൂർണ്ണതയിൽ നിരപേക്ഷതയിൽ എന്നർത്ഥം. കൃഷ്ണനല്ല, അങ്ങനെ ധരിക്കരുത്. ഒന്നാമത് ഇവിടെ കൃഷ്ണൻ പറയണില്ല, ഭഗവാൻ ഉപാചാണ്. മാത്രമല്ല ഗീതയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ആരാ എന്ന് ഗീതയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയും പറഞ്ഞു കണ്ടിട്ടില്ല. വളരെ വ്യക്തമായിട്ട് 10ാം അധ്യായത്തിൽ വിഭൂതി യോഗം പറയുമ്പോൾ 20ാം ശ്ലോകം അഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യഞ്ച ഭൂതാനാം അന്ത ഏവച. രമണ മഹർഷി പറയുന്നത് ഗീതയിലത്തെ ഏറ്റവും വലിയ ശ്ലോകം എന്താണ്? വളരെ ശരിയാന്ന് തോന്നാറുണ്ട് എനിക്ക്. കാരണം മറ്റവരൊക്കെ എന്നെ വിശ്വസിക്കുമെന്ന് കൃഷ്ണദേവൻ പറയുന്നു.
ഞാനാരാ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ പലരും ആ ശരീരമാണെന്ന് ധരിക്കാൻ അവകാശമുണ്ട്, തെറ്റിദ്ധാരണ വരാം. മുഹമ്മദിനും അത് വന്നിട്ടുണ്ട്, ബുദ്ധഭഗവാനും വന്നിട്ടുണ്ട്. അവരൊക്കെ എന്നെ വിശ്വസിക്കും. ഞാനാരാന്ന് അവർ വിശദാക്കിയിട്ടില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ അത് വിശദാക്കിയുള്ളൂ. ഞാൻ അഹമാത്മാ, ഞാൻ ആത്മാവാണ്. ഗുണാകേശ സർവഭൂത ആശയസ്ഥ, എല്ലാവരുടെയും ഉള്ളിൽ ആശയം എന്ന് പറഞ്ഞാൽ വാസന, അതിൽ ഞാനായിരിക്കരുത്. അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്തയവച, ആദി മധ്യം അവസാനം ഞാനാണ്. ഞാനേ ഇവിടെ ഉള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായില്ലേ. അപ്പം ഞാൻ എന്നുള്ളത് നിരപേക്ഷനാണ്. അപ്പോൾ മൈ വെച്ചാൽ ആ അതിലെ ശ്രീകൃഷ്ണനില്ല. മൈ സർവാണി കർമാണി, എല്ലാ കർമ്മങ്ങളെയും സന്യസിക്കുക വിടുക അല്ലോ. അതിൻ്റെ ഫലമാണ് വിടുന്നുള്ളൂ, കർമ്മമില്ല. സന്യസി അധ്യാത്മചേതസ, ഇതിൻ്റെ പേരാണ് അധ്യാത്മം. ഇങ്ങനെ ആരാണോ എല്ലാം തനിക്കൊന്നും ഞാൻ ശരീരമാണ്, ഞാനൊന്നും ചെയ്യണില്ല, ഞാൻ ചെയ്യാത്തതിന് എനിക്ക് കൂലി വേണമെന്ന് പറയുന്ന അർത്ഥമില്ലല്ലോ. ചെയ്യുന്നതൊക്കെ പ്രകൃതിയാണ്, അത് പ്രകൃതിക്കാണ്. ഞാൻ ആത്മാവാണ് എന്ന് ആര് അധ്യാത്മചേതസ്സനായിട്ട് പ്രവർത്തിക്കുന്നു, അങ്ങനെ ആവുക നീ. അപ്പം എന്താ സംഭവ? നിരാശി. നിനക്കൊന്നിനോടും ആശ ഉണ്ടാവില്ല. പൂർണ്ണതിന് എന്തിനാ ആവശ്യം? ഞാൻ പൂർണ്ണനാണ്. ആൾക്ക് ഒരാശ ഉണ്ടാവില്ല. നിരാശീർ. അപ്പോൾ അയാൾക്ക് നിർമ്മമ, എനിക്ക് കിട്ടണമെന്നും ഉണ്ടാവില്ല. ഗീതയുടെ ലക്ഷ്യം ഈ കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ കർത്താവല്ല എന്നും ഞാൻ ഭോക്താവല്ല എന്നും വരുത്തലാണ് ഗീതയുടെ ഉദ്ദേശം. നമ്മുടെയൊക്കെ ആവശ്യമാണ്. ഞാൻ ഭോക്താവാണെന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവാകും, ഞാൻ കർത്താവാന്ന് പറഞ്ഞാൽ ഭോക്താവാകും. അപ്പോൾ വിഷമമുള്ളത് കർത്തൃത്വഭാവം കളയാനാണ്. അതിനാദ്യം എന്ത് ചെയ്യുക? ഭോക്തൃഭാവം, എനിക്ക് തന്നെ കിട്ടണം എന്നുള്ളത് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിക്കാൻ അത് അത്ര പ്രയാസമില്ല. അങ്ങനെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു എന്നിട്ട് ഇവർക്കൊക്കെ കൊടുത്തുല്ലോ എന്ന് തോന്നൽ വരില്ല. കാരണം ഞാനും കർത്താവില്ലല്ലോ എന്ന് തന്നെ വരും. അപ്പോൾ നിരാശ മുമ്പ് ഭൂത്വ ആയിട്ട് നീ എന്തത് യുദ്ധസ്വ, നീ യുദ്ധം ചെയ്യേ. നോക്കൂ എങ്ങനെയാണ് ഇവിടെ ഇത് സാധാരണ യുദ്ധാവുക? അഹങ്കാരവും ഇല്ല, മമതിയില്ല, പിന്നെ എങ്ങനെ യുദ്ധം ചെയ്യുക? അപ്പോൾ ഈ യുദ്ധം നമ്മൾ വിചാരിക്കുന്ന യുദ്ധമല്ല എന്നുള്ളത് വളരെ എങ്ങനെ മാത്രമല്ല പറഞ്ഞു. വിഗത ജ്വര, ചാലോ ജ്വരം എന്ന് വെച്ചാൽ ചൂട്, വിഗത പോവുക, ചൂട് പോയിട്ട് ചൂടില്ലാണ്ട് ചെയ്യേ. അപ്പം നമുക്ക് എന്ത് ചെയ്യുമ്പോഴും എപ്പോഴും ചൂടാണ്, ഇടയ്ക്ക് വല്ലാണ്ട് ചൂടാവുകയും ചെയ്യും. നമ്മൾ ചൂടില്ലാത്തൊരു സമയമില്ല, എപ്പോഴും ചൂടച്ചാൽ എന്തിനെ മനസ്സിൻ്റെ ചൂടാണ്. മനസ്സ് 100,000 കാര്യം സങ്കല്പിക്കുക. ആ വിഗത ജ്വരനായിട്ട് നീ എന്ത് ചെയ്യേ? യുദ്ധസ്വ. ആ യുദ്ധം ഈ കൗരവ പാണ്ഡവ യുദ്ധമാവാൻ പറ്റില്ല എന്നുള്ളത് വളരെ പ്രത്യക്ഷമല്ലേ? എങ്ങനെയാണ് സാധിക്കുക? ഒരു ദേഷ്യമൊന്നും ഇല്ലാണ്ട് അവരോട് പിന്നെ അവരെന്തിനാ യുദ്ധത്തിന് പോണ്? അപ്പോൾ ഈ പറയുന്ന ഗീത യുദ്ധം എന്ന് പറയുന്ന ദിക്കിലൊക്കെ തന്നെ കർത്തവ്യം ചെയ്യേ, നിൻ്റെ കർത്തവ്യം ചെയ്യേ. 2 പറഞ്ഞുകൊണ്ടല്ലോ, കർമ്മണി ഏവ അധികാര. നമ്മുടെ പ്രവൃത്തി കർമ്മം ചെയ്യൽ മാത്രം. കാരണം അത് കൂടാതെ പറ്റില്ല. വെറുതെ 4 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭോക്തൃത്വം വേണ്ടാന്നുള്ളതാണ് കർമ്മണ്യ ഏവ എന്ന അധികാര. പിന്നെ അതിൽ മാ ഫലേഷു ഗദാചന അങ്ങനെയാണല്ലോ. അതിൽ എന്താ അത് ഫലം കിട്ടണം എന്നുള്ളതിൽ ആണ്, അവിടെയാണ് ഈ കർത്തൃത്വം. ഞാൻ ചെയ്തു എന്നുള്ളത് അത് വരരുത്. ഇത് രണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പണിയെടുക്കുക എന്ന് വിചാരിക്കരുത്, പണിയെടുത്തേ പറ്റുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണല്ലോ 47. അതന്നെ പലതരത്തിൽ പറഞ്ഞ് ഇവിടെ ആദ്യം പറയണു. മൈ സർവാണി കർമാണി സന്യസ്യ. സന്യാസം എന്ന് പറഞ്ഞാൽ മുണ്ട് ചുവന്നതാക്കലും തലമുടി മുട്ടടിക്കലൊന്നും സന്യാസമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യുന്നതിന് ഒരു വിരോധമൊന്നുമില്ല. അത് മാത്രമാണെങ്കിൽ സന്യാസമല്ല. സന്യാസം മനസ്സിൻ്റെ ഭാവം. അത് എപ്പോഴും സന്യസിച്ചു എന്ന് പറയാൻ പറ്റില്ല അവർക്ക്. അങ്ങനെ വന്നുപെടും. അല്ലാണ്ട് ഈ വസ്ത്രം മാറിയാ സന്യസിക്കൽ എന്ന് നമ്മൾ ധരിക്കണപ്പോൾ ജ്ഞാനം വന്നാൽ തന്നെ പൊക്കോളോട് ഇത്രയും. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ കർത്തവ്യം ചെയ്യണം. ജീവിതത്തിൽ എല്ലാവരും അവരവരുടെ കർത്തവ്യം എന്നുള്ളത് വളരെ എപ്പോഴും പിന്നെയും പറയട്ടെ ഞാൻ. കാരണം ചെയ്യാൻ സാധിക്കുന്നത് മാത്രമേ കർത്തവ്യമുള്ളൂ. ചെയ്യാൻ സാധിക്കാത്തത് നമ്മുടെ കർത്തവ്യമല്ല. അപ്പം എനിക്ക് ഒരു പ്ലെയിൻ ഓടിക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമല്ല, എനിക്കറിയില്ല, എൻ്റെ ആവശ്യമില്ല. എനിക്ക് കുറച്ച് ഗീത പഠിച്ചിട്ടുണ്ട്, കുറേശ്ശെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അത് ചെയ്യുക, അത് മാത്രമേ എൻ്റെ കർത്തവ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കേമനാവണമെന്നും വിചാരിക്കരുത്, എന്നെ ബഹുമാനിക്കണില്ലോ എന്നൊക്കെ വിചാരിച്ചാൽ അപ്പോൾ ഗീത പറയൽ മോശമാവുക ചെയ്യുക. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. എനിക്കറിയണത് എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഈശ്വര അർപ്പണമായിട്ട് ചെയ്യുന്നു എന്ന് വന്നാൽ മറ്റുള്ളവരുടെത്തേക്കാൾ ഗുണം എനിക്കാണ്. കാരണം എനിക്ക് ശാന്തി സമാധാനം കിട്ടണം, അതിനാണല്ലോ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അത് സാധിക്കും എന്നുള്ളത് അനുഭവമാണ് എൻ്റെ. ഇപ്പോൾ വളരെ സമാധാനമുണ്ട് ജീവിതത്തിൽ, ഒരു പരിഭ്രമമൊന്നുമില്ല. എങ്ങനെയാ ഈ പത്രം വായിക്കുമ്പോഴൊക്കെ എനിക്ക് ചെടി വരാറുണ്ട് ഇപ്പോൾ. കാരണം അവരൊക്കെ
ഈ അഹങ്കാരം കൊണ്ട് കൂടായിട്ട് എന്തെല്ലാം കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്. നമുക്കത് അവർക്കത് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം മനസ്സിലാവില്ല. അതുകൊണ്ട് അവരൊന്ന് ചെയ്യട്ടെ എന്നിട്ട് ഒന്ന് കൊണ്ടുപിടിക്കുക എന്നുണ്ടല്ലോ, കൊണ്ടുപിടിക്കട്ടെ വിചാരിക്കുകയാണ്. കുറേ കഴിഞ്ഞാൽ പഠിക്കാണ്ട് നിവർത്തിയില്ല. എല്ലാവരും ചിലർ വേഗത്തിൽ പഠിക്കും, ചിലരിതിന് മെല്ലിയാവും എന്ന് മാത്രമേ ഉള്ളൂ. അതെ. ഇനി ഭഗവാൻ പറഞ്ഞു, ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവ ശ്രദ്ധാവന്തോ അനുസൂയന്തോ മുച്യന്തേ ദേവി കർമ്മഭി. ഹേ അർജുന, ഏമേ മതമിതം, ഈ പറഞ്ഞ മതം, നോക്കൂ, ഇവിടെ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നർത്ഥം വരില്ല, ഈ സിദ്ധാന്തം തന്നെ ഉള്ളൂ അല്ലേ. മതം അങ്ങനെ ഏമേ മതമിതം, ഹിന്ദു മതം എന്നാ ഈ പറഞ്ഞവിടെ, അല്ലെ ക്രിസ്തു മതം എന്നാ ഒന്നും അല്ലല്ലോ. ഗീതയിൽ മതം എന്ന് വരുമ്പോൾ ഒക്കെ സിദ്ധാന്തം, ഈ പറഞ്ഞ സിദ്ധാന്തം ഇത് സയൻസാണ്. ഈ മതം ആര് അനുവിധം നിത്യം അനുതിഷ്ഠന്തി, ആരാണോ എന്നും അതിനെ പോലെ ചെയ്യുന്നത്, മാനവ, അവര് എന്ത് ചെയ്യുന്നു? ശ്രദ്ധ. ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ, എങ്ങനെ ചെയ്യണം? ശ്രദ്ധാവന്തോ, ശ്രദ്ധയോടുകൂടി ചെയ്യണം. എങ്ങനെയെങ്കിലും വന്നപാട് ചന്തം വെച്ചിട്ട് പ്രവർത്തിച്ചാൽ പറ്റില്ല, നല്ല ശ്രദ്ധ ഉണ്ടാവണം. ശ്രദ്ധ എന്നത് വരാൻ തന്നെ അനുഭവമുള്ളവരുടെ ശ്രദ്ധ ഉണ്ടാവുള്ളൂ, അനുഭവമില്ലാത്തവർക്ക് മറ്റേത് വിശ്വാസമാണ്. അവിടെ വഴുക്കലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അയാൾ പോയിട്ടൊന്നുമില്ല, ആരോ പറഞ്ഞു കേട്ടതാ. നേരെ മറിച്ച് അയാൾ പോയിട്ടൊന്ന് വഴുകിയിട്ടുണ്ട്, എന്നിട്ട് പറയും നോക്കൂ അവിടെ പോട്ടാ വഴുക്കലുണ്ട് കേട്ടോ എന്നാ പറയാം. അന്ന് കാരണം അയാൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി അവിടെ ഉണ്ടെന്നത്. അപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. ശ്രദ്ധയുള്ള ആൾക്ക് മാത്രമേ ഈശ്വര സാക്ഷാത്കാരം കിട്ടുള്ളൂ. വിശ്വാസം കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അങ്ങനെ പോരല്ലോ. നമുക്ക് ഉറപ്പ് വേണ്ടേ? ഉറപ്പ് വേണമെങ്കിൽ ഭഗവാൻ വളരെ ഗീതയിൽ വിശ്വസിക്കുന്ന വാക്കനില്ല. ശ്രദ്ധാവന്തോ അനുസൂയന്തോ എന്നൊരു വാക്കുണ്ട്. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റവൻ കേമനാണ്, എന്നേക്കാൾ ഞാൻ അവൻ്റെക്കാൾ മേലെയാണ് എന്നുള്ള ഈ രണ്ടെന്ന ഭാവമുള്ളവരുടെ അസൂയ വരും. എൻ്റെ കുട്ടി എത്ര കേമനായാലും എനിക്ക് അസൂയ ഉണ്ടാവില്ല. കാരണം എന്നെക്കാളിലും കേമനാന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. അല്ലെ അച്ഛന് ഗുരുനാഥനും അതെ, ശിഷ്യൻ കേമന പറഞ്ഞാൽ സന്തോഷമാണ്. മറ്റ് ദിക്കിലൊന്നും അങ്ങനെ പറ്റില്ല. അതുപോലെ ഇവിടെ ഭഗവാൻ പറഞ്ഞു ശ്രദ്ധ ഉണ്ടെന്നുള്ള അർത്ഥം എങ്ങനെയാണ്? അയാൾക്ക് അസൂയ ഉണ്ടാവില്ല. ശ്രദ്ധ ഉണ്ടെന്നുള്ള പ്രധാന കാര്യം അയാൾക്ക് അസൂയ ഉണ്ടാവില്ല. അസൂയുള്ള ആൾക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. കാരണം ഇയാൾ വെറുതെ പറയാണ് അവിടെ പഴുക്കുമെന്നൊക്കെ പറയുന്നത്, എന്നൊരു തോന്നലുണ്ടാവും, എന്നിട്ട് ചെന്ന് പരണ്ടോടും ചെയ്യും ചിലപ്പോൾ. അതില്ല. ശ്രദ്ധാവന്തോ ശ്രദ്ധ മുച്യന്തേ ദേവി കർമ്മഭി, അവരും കർമ്മത്തിൽ നിന്നും മോചിക്കുന്നു. കർമ്മത്തിൽ നിന്ന് വെച്ചാൽ കർമ്മഫലത്തിൽ നിന്ന്, കർമ്മത്തിൽ നിന്ന് അതെ ഞാൻ ചെയ്തു അത് കിട്ടണം എന്നുള്ളതാണല്ലോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. അത് അയാൾക്ക് ഉണ്ടാവില്ല. അത് സാധിക്കും. ഇനി ഇങ്ങനെ ചെയ്യാഞ്ഞാലോ? രണ്ടും പറയുന്നുണ്ട്. ചെയ്താലത്തെ ഗുണം, ചെയ്ത പറഞ്ഞു ഏതഭ്യസൂയന്തോ നാനു തിഷ്ടന്തി മേ മതം സർവജ്ഞാനം വിമൂഢാൻ സ്ഥാൻ വിദ്ധി താൻ നഷ്ടാൻ അചേതസ. അഭ്യസു ഇതിലൂടെ എന്താണ് അസൂയ തോന്നുക. ഇതൊക്കെ കൃഷ്ണൻ വെറുതെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കാനൊന്നുമല്ല. അതിലൊന്നും വിശ്വാസമില്ല. എന്തോ എന്താണ് നഷ്ടാൻ നാനു തിഷ്ടന്തി മേ മതം, ഞാനീ പറഞ്ഞ നോക്കൂ വീണ്ടും മതം, എത്ര പ്രാവശ്യം മതം വരുന്നത്? ഞാനീ പറഞ്ഞ, അതായത് ഹിന്ദു മതത്തിൽ നിങ്ങൾ നിന്നില്ലെങ്കിൽ നശിക്കുന്നു അങ്ങനെ ആരെയും പറയുക. ക്രിസ്തു മതത്തിൽ ഏത് മതത്തിൽ നിന്നാലും നിങ്ങൾ എങ്ങനെ ശാസ്ത്രമായിട്ട് ചെയ്താൽ എല്ലാവർക്കും ചെയ്യണം. ശാസ്ത്രത്തിന് സംശയമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, വസ്തുനിഷ്ഠല്ലേ ശാസ്ത്രം, മറ്റതൊക്കെ ഈ വ്യക്തിനിഷ്ഠല്ലേ. ഇവിടെ പറഞ്ഞില്ല, ആരാണോ എൻ്റെ ഈ മതം വെച്ചാൽ അപ്പോൾ എൻ്റെ ഈ സിദ്ധാന്തത്തെ അനുതിഷ്ഠന്തി എന്നൊരു വാക്കുണ്ട്. തിഷ്ടന്തി വെച്ചാൽ നിൽക്കുക, അനുതിഷ്ഠന്തി വെച്ചാൽ തുടർച്ചയായിട്ട് നിൽക്കുക. ആരാണോ തുടർച്ചയായിട്ട് വേവറിങ് ഉണ്ടാവരുത്. അങ്ങനെയാണോ വേണ്ടത്, ഇങ്ങനെയാണോ തോന്നരുത്. കാരണം എന്തോ ഉറച്ചു കഴിഞ്ഞു. ഇപ്പോൾ സ്വിച്ച് കംപ്ലീറ്റ് ഈ ഇലക്ട്രിസിറ്റി ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ക്ലിയർ ആണെന്ന് വന്നു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടാൽ കത്തിയേ പറ്റൂ. അതുമാതിരി ഇലക്ട്രിസിറ്റി ക്ലിയർ അല്ല, ഫ്യൂസ് പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾ 15 പ്രാവശ്യം ചോദിച്ചിട്ടാലും കത്തൂല്ല. ഇതൊന്നും ഒരു സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ശാസ്ത്രത്തിനൊരു അങ്ങനെയായിക്കൂടെ ഇങ്ങനെയായിക്കൂടെ ചോദ്യമില്ല. അതുപോലെ ഭഗവാൻ ഇവിടെ പറഞ്ഞത് മുഴുവൻ ശാസ്ത്രമാണ്. ആരാണോ അത് അനുതിഷ്ഠന്തി അതേപോലെ അയക്കുന്നത് അവരെന്ത് ചെയ്യുന്നു? മുച്യന്തേ ദേവി കർമ്മം, അവർക്കും മോചനം. അഭ്യുസയന്തേ മതം സർവജ്ഞാന വിമൂഢാൻ സ്ഥാൻ വിദ്ധി നാൻ നഷ്ടാൻ അചേതസ. ചേതസ് അവർക്ക് മനസ്സ് അസംഗ അതോ ഇല്ല. അവർക്ക്
ഭാവനയില്ല. അപ്പോൾ അവരുടെ നഷ്ടം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നശിക്കലും നഷ്ടപ്പെടലും കൂടി വളരെ വ്യത്യാസമുണ്ട്. കാരണം നഷ്ടപ്പെട്ടത് കിട്ടാം, നശിച്ചത് പിന്നെ ഇങ്ങോട്ട് കിട്ടില്ല, പറ്റില്ലല്ലോ. അപ്പോൾ ഈ ജ്ഞാനം തന്നെ എന്തൊക്കെ ചെയ്താലും അത് നഷ്ടപ്പെടുകയുള്ളൂ. കാരണം വെച്ച സ്ഥലം ഓർമ്മയില്ല, സാധനം നശിച്ചിട്ടില്ല, ഓർമ്മ വന്നാൽ ഇനിയും കിട്ടും. അതുകൊണ്ട് എന്താണ് ഇവിടെ ആത്യന്തികമായ നഷ്ടം എന്നൊന്ന് ഈ അധ്യാത്മത്തിലില്ല. കുറേ കാലം നമ്മൾ മറന്നു പോവും, കുറച്ച് കഴിഞ്ഞാൽ ആദ്യം കിട്ടും. അപ്പം ഒരിക്കലും അങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേ ജ്ഞാനവാനവി പ്രകൃതി യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. പലരും ഈ ഇതിന് വളരെ തെറ്റായിട്ട് അർത്ഥം പറയുന്നത് കേട്ടിട്ടുണ്ട്, പരിചയമില്ലാത്തതുകൊണ്ട്. എന്താ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയൊക്കെ ഒതുക്കിയിട്ട് നിഗ്രഹ കിം കരിഷ്യതി എന്നാ ചോദ്യം. കണ്ണ് വേണ്ടാത്തതൊന്നും കാണില്ല, ചെവി കേണ്ടാതും കേൾക്കില്ല, അതുകൊണ്ട് ഇപ്പോൾ എന്താ കാര്യമുള്ളത്, അതൊന്നും നടക്കാൻ പോണില്ല എന്ന് പറയുന്നുണ്ട്. അതല്ല ഇവിടെ അർത്ഥം. അത് വളരെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സംയമനത്തിൻ്റെ കൊണ്ട് ഗുണമെന്താ? ഇതൊക്കെ ഒതുക്കണം എന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ട് ഇവിടെ പറയണു നിഗ്രഹക്കും കരിഷ്യതി. നിഗ്രഹിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഭഗവാൻ രണ്ടും കൂടി മാറി പറയാൻ വയ്യല്ലോ. അപ്പോൾ എന്താ ഇവിടുത്തെ അർത്ഥം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സദൃശം ചേഷ്ടതേ ഭൂതാനി സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേ ജ്ഞാനവാനപി. ഇപ്പോൾ കാണലുണ്ടല്ലോ, കണ്ണ് കാണുക ജ്ഞാനിയുടെയും മറ്റേ ആളുടെയും ആൾ കാണും, കേൾക്കുക ചെവി രണ്ടാളിലും കേൾക്കും. ഇന്ദ്രിയങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ എത്ര ജ്ഞാനിയായാലും എത്ര അജ്ഞാനിയായാലും അതിലൊന്നും യാതൊരു വ്യത്യാസമില്ല. പ്രകൃതിയും യാന്തി ഭൂതാനി. ഈ ഭൂതങ്ങളൊക്കെ തന്നെ പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് പോകും. നിഗ്രഹക്കും കരിഷ്യതി. അതിനെ നിഗ്രഹിച്ചിട്ടെന്താ കാര്യം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നിഗ്രഹിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ ഇപ്പോൾ കുതിരകളെ വില കഴിക്കുക. ആ കുതിരകൾക്ക് നമ്മൾ വേണ്ട മാതിരി പഠിപ്പിച്ചാൽ പോണ വഴി ശരിയാണെങ്കിൽ ഈ ഡ്രൈവർ അല്ലെങ്കിൽ വണ്ടിക്കാരൻ ഒന്നും കണ്ണടച്ചാലും കുതിര വഴിക്കാൻ പൊക്കോളും. കാരണം അതിന് പരിചയം. അപ്പോൾ നേരെ മറിച്ച് കുതിര പോകുമ്പോൾ 4 ആളെ അപ്പുറത്ത് നിർത്തുക. കുതിര വണ്ടി അല്ലെങ്കിൽ ബൈക്കാണ്, പുറത്തുനിന്ന് 4 ആളോട് വന്നിട്ട് ഇതിനെ തല്ലാൻ പറയാം കുതിരയെ. അപ്പോൾ കുതിര അടിച്ചാൽ എന്താ കുതിരയ്ക്ക് വല്ല വിഷമം ഉണ്ടാവും, പിന്നെ കുതിര വഹിക്കാനില്ല, ഒരു ഭാഗത്ത് കിടക്കും. അതുമാതിരിയാണ് ഇന്ദ്രിയങ്ങളെ നമ്മൾ നിഗ്രഹിക്കല്ല വേണ്ടത്. കാണില്ല, കേൾക്കില്ല, ഇതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് കണ്ണിന് സൂക്കട് വരുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമ്മൾ വേണം കണ്ണിനെ പരിചയിപ്പിക്കണം. വേണ്ടാത്തതൊന്നും കണ്ണ് കാണില്ല എന്ന് ഉറപ്പാക്കും. അതാ മഹാത്മാവിന്. അയാൾ കണ്ടാലും കാണില്ല ചീത്ത, നല്ലത് എവിടെയായാലും കണ്ടില്ലെങ്കിലും കണ്ണുകൊണ്ടാൽ കാണും. അങ്ങനെ ചെവി ഇന്ദ്രിയങ്ങളെയൊക്കെ അയാൾ പഠിപ്പിച്ചിട്ടുണ്ട്. സംയമനം എന്നാണ് വെക്ക്. യമല്ലേ യുക്തൻ. ഗീത എപ്പോഴും പറയുന്നത് ഇന്ദ്രിയ സംയമമാണ്, ഇന്ദ്രിയ നിഗ്രഹമല്ല. കാരണം ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചാൽ അത് കൂട്ടാക്കില്ല. അപ്പോൾ കണ്ണിനെ നിഗ്രഹിക്കുക പറഞ്ഞാൽ പിന്നെ കാണാനേ പറ്റില്ല. കണ്ണ് കുത്തി പൊടിച്ചാൽ പിന്നെ കാണാൻ പറ്റുക? കണ്ണുണ്ടാവും, കണ്ണ് കാണുന്നതൊക്കെ കാണുന്നത് മുഴുവൻ നല്ലതേ അയാൾ കാണൂ, അതയാൾക്ക് സാധിക്കും. കേൾക്കുന്നത് മുഴുവൻ നല്ലതേ കേൾക്കൂ. അതുകൊണ്ട് അല്ലാണ്ട് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം കേട്ടാൽ സാധാരണ നിഗ്രഹക്കും കരിഷ്യതി, അതുകൊണ്ട് ഇതൊന്നും ചെയ്തിട്ട് കാര്യം ഇതൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങനെ പറയുമോ? ഒരിക്കലും പറയില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ പ്രശ്നമുണ്ട് ഈ ഗീത അർത്ഥത്തിനൊക്കെ. ഭഗവാൻ പറയുന്നത് നിഗ്രഹമല്ല വേണ്ടത്, സംയമനമാണ്. കാരണം യുക്ത എന്ന് പറയുന്നല്ലോ, ഓരോ ഇന്ദ്രിയങ്ങളെയും നിങ്ങൾ നല്ലപോലെ പഠിപ്പിക്കണം. അത് നല്ല ദിക്കിലേക്ക് മാത്രമേ പോവൂന്ന് സ്വയം ആവണം. അല്ലാണ്ട് അതിനെ നിഗ്രഹിക്കില്ല വേണ്ട, അതിനെ പഠിപ്പിക്കുക വേണ്ട. അപ്പോൾ ഇന്ദ്രിയങ്ങളെ മുഴുവനും വേണ്ടമാതിരി പഠിപ്പിച്ചാൽ പിന്നെ ഒരിക്കലും ആ ഇന്ദ്രിയങ്ങൾ വേറെ ദിക്കിലേക്ക് പോവില്ല. ഇപ്പോൾ ഒരു മഹാത്മാവിൻ്റെ കണ്ണ് ചീത്തത്തിലേക്ക് പോവുകയില്ല, കാണില്ല. അദ്ദേഹം വേണ്ടാത്ത ഒരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെകിട്ടിൻ്റെ ഉള്ളിൽ കിടക്കുകയില്ല. അതുമാതിരി നാവ് വേണ്ടാത്ത പറയുകയില്ല, സാധിക്കില്ല അദ്ദേഹത്തിന്. കാരണം അത്രയും അതിനെ പാകപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാർ മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ടായിട്ട് കണ്ണടക്കിയ ഒരു ചീത്തത്തരം കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇരട്ടി വലുത് ഉള്ളുകൾ. അപ്പോൾ പിന്നെ എന്താ കാര്യം? അർജുനന് വരെയാണ് പുറത്ത് ആ വിശ്വരൂപം കാണും, അപ്പോൾ കണ്ണടച്ചു, അപ്പോൾ അകത്ത് അതിലേറെ വലിയ വിശ്വരൂപം കാണും. അപ്പോൾ പിന്നെ എന്താ കാര്യം? അകത്തും കണ്ടാൽ ഈ വേണ്ടത് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഈ കർമ്മയോഗത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്. കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മം ചെയ്യാതിരിക്കലില്ല. കർമ്മം ചെയ്തിട്ടും അത് നമ്മെ ബാധിക്കാതിരിക്കില്ല. കർമ്മമൊന്നും ചെയ്യാതെയാണെങ്കിൽ പിന്നെ എന്ത് കർമ്മയോഗ?
എല്ലാ കർമ്മങ്ങളും സാധാരണക്കാരൻ സർവശം പറഞ്ഞു സാധാരണ പോലെ എല്ലാ കർമ്മങ്ങളും ചെയ്യൂരും ചെയ്തിട്ട് അതൊന്നും അയാളെ ബാധിക്കില്ല. കാരണം മനസ്സ് അയാളുടെ കീഴിലാണ്. നമ്മളുടെ കാര്യത്തിൽ സാധാരണക്കാരന് നമ്മൾ മനസ്സിൻ്റെ കീഴിലാണ്. ജ്ഞാനിയുടെ മനസ്സ് ജ്ഞാനിയുടെ കീഴിലാണ്, ബുദ്ധിയുടെ കീഴിലാണ്. ബുദ്ധി പറഞ്ഞ പോലെ നടക്കുക, അല്ലാണ്ട് മനസ്സിന് തോന്നിവാസം നടക്കില്ല. അത് മാത്രമല്ല മനസ്സിന് സന്തോഷമാണ്. ഒരു പറഞ്ഞു തരാൻ ഒരാളുണ്ടല്ലോ വെച്ചിട്ട് ദേഷ്യം വരികയല്ല, വളരെ സന്തോഷമാണ് മനസ്സിനുണ്ടാവുക. അപ്പം അങ്ങനെയല്ല, മനസ്സ് ബുദ്ധി പറഞ്ഞ് കൂട്ടാകാൻ ഇവരൊരു തെമ്മാടി വരിക, തോന്നിവാസം ചെയ്യുക, അപ്പോൾ അതിൻ്റെ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ കർമ്മയോഗി എന്ന് പറഞ്ഞാൽ തോന്നിവാസം ചെയ്യണമല്ല, അറിഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ വെക്കപ്പെട്ട് അവിടെ നിഗ്രഹമല്ല അധ്യയനം ചെയ്യുന്നത്, സംയമമാണ് എന്ന് പറയണം. ഇന്ദ്രിയസ്യാണു രാഗദ്വേഷവും വ്യവസ്ഥിതോ തയോർന്ന വശമാകത്താൽ തൗ ഹി അസ്യ പരിബന്ധിനോ. ഭഗവാൻ വീണ്ടും പറയണു, ഇന്ദ്രിയസ്യ രാഗദ്വേഷവും വ്യവസ്ഥിതോ. ഓരോ ഇന്ദ്രിയത്തിനും രാഗവും ദ്വേഷവും പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്. വളരെ ശക്തിയായ ഒരു വെളിച്ചം കണ്ണിന് കാണൂല്ല, അത് സെയിമാണ് കണ്ണിൻ്റെ. നല്ല പച്ച അല്ലെങ്കിൽ നീല നിറം കണ്ണിന് സന്തോഷം, ഒരു വിഷമില്ല കാണാനായിട്ട്. അതുമാതിരി ചില മണം നോക്കൂ, മൂക്ക് പൊടിച്ചളി ഉണ്ടാവും, ചിലതങ്ങനില്ല, മൂക്ക് തുറന്നിരിക്കും. നമുക്ക് നല്ല സുഖമാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ മണമൊക്കെ. ഒരു തമാശ രസം പറയാണ്, നമ്പൂരിയും രാമനായരും കൊണ്ട് പോവുക. അപ്പോൾ ഒരു മത്സ്യക്കാവുകാരനല്ലേ വരിക. അപ്പോൾ നമ്പൂരിക്ക് ഈ സമയം വെച്ചിട്ട് ആൾക്കത് വയ്യ, മൂക്ക പിടിച്ചു. അപ്പോൾ രാമനായരും മൂക്ക് പിടിച്ചു. അപ്പോൾ എന്താ രാമ നീ മൂക്ക് പിടിച്ച്? അല്ല ഇവിടുന്ന് എന്താണോ അതിൻ്റെ മണം സഹിക്കാൻ വയ്യ വിചാരിച്ചിട്ട് അരിയനല്ല, അതാ കയറിയത് പുറത്തേക്ക് പോണ്ടാച്ചിട്ട് പിടിച്ചു. കാരണം അയാൾ അങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കണത്. അപ്പോൾ രാഗദ്വേഷങ്ങൾ വ്യവസ്ഥിതമാണെന്നുള്ളത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയാണ് രാഗസ്വതം എന്നർത്ഥം. തയോർന്ന വശമാകച്ചാൽ നിങ്ങൾ അതിന് അടിമപ്പെടരുത് അല്ലോ. കാരണം അവർ പരിബന്ധനം കൂട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങളെ കക്കണ വഴിയിലെ കള്ളനാണ്. ഇപ്പോൾ പഠിക്കാതിരിക്കുക 10ാം ക്ലാസ്സിൽ, മറ്റന്നാൾ പരീക്ഷയാണ്. അപ്പോഴാണ് ഒരു സർക്കസ് വന്നത് തൃശ്ശൂർ പറഞ്ഞു. അപ്പോൾ കണ്ണ് ഉടനെ പറയുന്നു പോയി കാണണമെന്ന്. പിന്നെ നിങ്ങൾ രസക്കണ്ണനെ പോയി അവിടെ പോയി കണ്ടു, ഉറക്കമൊഴിച്ചു, ഇവിടെ ഒന്ന് തോറ്റു പരീക്ഷയ്ക്ക്. നോക്കൂ കണ്ണിപ്പോൾ ശത്രുവാ അല്ലേ. കണ്ണിനോട് പറയണം മറ്റന്നാൾ പരീക്ഷയാണ്, പരീക്ഷ കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം അന്ന് പോയിട്ട് കണ്ടാൽ മതി എന്ന് പറയാനുള്ള ശക്തി ഉണ്ടാവണം. അതാണ് പറഞ്ഞത്. അതിന് ഇന്ദ്രിയങ്ങൾക്ക് കീഴൊതുങ്ങരുത്. ഇന്ദ്രിയങ്ങൾ ശത്രുക്കളാണ്. ആർക്ക്? മുമ്പ് പറഞ്ഞ പരിചയമില്ലാത്തവർക്ക്. പരിചയമുള്ളവർക്ക് അതേ ഇന്ദ്രിയങ്ങൾ ശത്രുക്കളല്ല, നമ്മളെ സഹായിക്കുക, നല്ലതേ കാണുള്ളൂ അല്ലേ. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇന്ദ്രിയങ്ങളുടെ കീഴിലാവരുത്. ഇന്ദ്രിയം നമ്മളുടെ കീഴിലാവണം, മനസ്സ് നമ്മുടെ കീഴിലാവണം, ബുദ്ധിയും നമ്മുടെ കീഴിലാവണം. അതിൻ്റെ പേരാണ് കർമ്മയോഗം. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കീഴിൽ, നമ്മൾ അവരുടെ കീഴിലാവരുത്. കാരണം ആത്മാവാണ് അതിൻ്റെ മേലെ. ആത്മാവ് എന്തും പറയണു, ആത്മാവ് നല്ലതേ പറയുള്ളൂ, ചീത്ത പറയില്ല, ഒരിക്കലും സാധ്യമല്ല. കാരണം പൂർണ്ണമാണ്, അതിന് ചീത്ത എന്നില്ലല്ലോ, അത് സാധിക്കില്ല. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാൻ സ്വനുഷ്ഠിതാൽ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ശ്രേയാൻ സ്വധർമ്മോ, നമ്മുടെ സ്വധർമ്മം അത് കുറച്ച് ഗുണം കുറവാണെങ്കിലും അത് ചെയ്യുക നല്ലത്. കാരണം സ്വധർമ്മേ നിധനം ശ്രേയ, സ്വധർമ്മത്തിൽ നമ്മൾ കുറച്ച് തോറ്റുപോയി വിരോധമില്ല. പരധർമ്മോ ഭയാവഹ. ഇപ്പോൾ അർജുനൻ എൻ്റെ വിചാരപ്പോൾ അർജുനനെ പറ്റിയാ പറഞ്ഞു. അർജുനൻ വിചാരിച്ച ക്ഷത്രിയന്മാർ അതുമാതിരി യുദ്ധം ചെയ്യൽ ഇതൊക്കെ വളരെ താഴ്ന്ന പ്രവൃത്തിയാണ്. മഹാത്മാക്കളായിട്ടുള്ള കളതൊന്നും ഇല്ലാണ്ട് ശാന്തമായിട്ട് ആ കാട്ടിൽ വരുന്നൊരു തപസ് ചെയ്യുന്നു, സന്യാസം. അതാണ് നല്ലത്, അതല്ലേ നല്ലതെന്നാണ് അവിടെ ചോദിച്ചത്. ശ്രേയാൻ സ്വധർമ്മം അങ്ങനെയല്ല. സ്വധർമ്മം കുറച്ച് ഗുണം കുറവാണെങ്കിലും അതാ ശ്രേയസ്. പരധർമ്മോ ഭയാവഹ. പരധർമ്മം കാരണം എളുപ്പമല്ല, കാരണം നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. സന്യാസം നന്നല്ലാത്തതുകൊണ്ടല്ല പറയുന്നത്. സന്യാസിന് പോയാൽ നീ അവിടെ ഇരിക്കില്ല. 4 ദിവസം കഴിഞ്ഞാൽ എൻ്റെ സ്വധർമ്മം എന്തെങ്കിലും ഒരു അപകടം ചെയ്ത് പിന്നെ ഈ യുദ്ധത്തിന് കയറിക്കൊണ്ട് വരും. എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് മനസ്സിലാക്കി ബോധ്യം വന്ന് മതി എന്ന് തോന്നുമ്പോൾ നീ വിഷമല്യാണ്ട് നിനക്ക് സന്യസിക്കാം. ആ സന്യാസത്തിനല്ല, സന്യാസവും ക്ഷത്രിയനോ അല്ല ഇവിടെ ചോദ്യം. ഇപ്പം നീ നിൽക്കുന്നത് സ്വധർമ്മ, ഇപ്പം സ്വധർമ്മത്തിലുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടി ആ പഠിക്കുന്ന കാലത്ത് അയാളുടെ സ്വധർമ്മം പഠിക്കലാണ്.
അതിൽ വീട്ടിൽ പണി അല്ലെങ്കിൽ പണിയെടുത്ത് സമ്പാദിച്ചുകൊണ്ടിരുന്ന ആൾക്ക് കാലം കൊണ്ടാവില്ല, വേണ്ട. അതിന് കാലം വരുമ്പോൾ ചെയ്തോട്ടെ. എല്ലാവരും എന്ത് വേണം? സ്വധർമ്മം ഉണ്ടല്ലോ, അതാത് ആളുകൾ ഓരോരുത്തരും സ്വധർമ്മം. ആ സ്വധർമ്മം ഓരോ കുട്ടിക്കും ഒരാൾക്കും ഇന്നതാ സ്വധർമ്മം എന്ന് ശാസ്ത്രം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അത് അവൻ്റെ കർത്തവ്യമാണ്, അത് ചെയ്തോ. പരധർമ്മം ഉണ്ടല്ലോ, പരധർമ്മം വെച്ചാൽ വേറൊരു പണിയെന്നല്ല, നിന്നെ ശ്രേഷ്ഠമായ ധർമ്മം. അവിടെ പരധർമ്മം എന്ന് വെച്ചാൽ ചിലത് ധരിക്കുന്നത് താഴ്ന്ന പണി, മറ്റൻ്റെ പണി, അതല്ല. ശ്രേഷ്ഠമായ പരധർമ്മം ഭയാവഹ, ശ്രേഷ്ഠമാണെങ്കിലും അത് ഭയം ഉണ്ടാക്കും. കാരണം നിനക്കതിന് യോഗ്യതയില്ല, സാധ്യതയില്ല. ഇപ്പോൾ എന്താ ഉള്ളത് വെച്ചാൽ അത് ചെയ്താൽ മതി. അപ്പോൾ വേറെ ഒന്നും നീ ചെയ്യണ്ട, നീ ഇപ്പോൾ ചെയ്യേണ്ടത് യുദ്ധം ചെയ്യാണ്. ഇത്രയും കാര്യങ്ങൾ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് കർമ്മയോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ അർജുനന് ഒരു ചെറിയ സംശയം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എന്താ ഈ ഇത്രയൊക്കെ നല്ലതാണെങ്കിലും തെറ്റ് ചെയ്യാൻ അയാൾക്ക് തോന്നണം എന്ന ചോദ്യമാണ്. അത് പിന്നെ ആ കർമ്മത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒരു 6 ശ്ലോകങ്ങൾ നാളെ